ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ശരിയാകുന്നേ. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. കഥ ഒരുപാടുണ്ട്, മുഴുവനും കാണുക, അഭിപ്രായം പറയുക. നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് കനിഷ്ക. എൻ്റെ മുത്തശ്ശിയുടെ പേര് കമല എന്നായിരുന്നു. ഇതെൻ്റെ മുത്തശ്ശി അനുഭവിച്ചൊരു സത്യകഥയാണ്. മുത്തശ്ശി ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവർ പറഞ്ഞു തന്ന ഈ കഥ ഇന്നും എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. ഈ കഥ ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് വിവരിക്കുകയാണ്. സമയം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ ആത്മാവിലേറ്റ ഭയത്തിൻ്റെ പാടുകൾ ഒരിക്കലും മായുകയില്ല. എൻ്റെ പേര് കമല. ഈ സംഭവം നടക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ്. ഞാൻ എൻ്റെ ഭർത്താവ് ദിനകറും ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊപ്പം വിജനമായൊരു പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ആ വീട് പ്രധാന ഗ്രാമത്തിൽ നിന്നും വളരെ ദൂരെ കാടുപിടിച്ച ഒരു പ്രദേശത്ത് കല്ലും മുള്ളും നിറഞ്ഞ കുറ്റിക്കാടുകൾക്കിടയിലായിരുന്നു നിന്നിരുന്നത്. അവരുടെ പൂർവികരിൽ ആരോ വലിയ പണക്കാരനായിരുന്നു എന്നും അക്കാലം മുതൽ അവർ ആ തറവാട്ടിൽ താമസിച്ചു വരികയാണെന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ കാലം കടന്നുപോയതോടെ അവരുടെ സമ്പത്തെല്ലാം പോയി. ആ വീട് മാത്രമായി അവശേഷിച്ചു. അവർ വല്ലാതെ ദാരിദ്ര്യമായിരുന്നില്ല, എങ്കിലും പണ്ടത്തെ അത്രയും സമ്പന്നരുമായിരുന്നില്ല. ആ വീട് നിൽക്കുന്ന സ്ഥലം വൈകുന്നേരമാകുന്നതോടെ ഏതോ അദൃശ്യശക്തി അതിനെ വിഴുങ്ങിയതുപോലെ നിശബ്ദമാകുമായിരുന്നു. ആ വീട്ടിലാകെ 8 മുറികളുണ്ടായിരുന്നു. അവിടെ ഞങ്ങളോടൊപ്പം ഭർത്താവിൻ്റെ അനിയൻ രമാകാന്തും അമ്മായിയമ്മയും താമസിച്ചിരുന്നു. അമ്മായിയമ്മയുടെ ഭർത്താവ് മരിച്ച ഉടനെ തന്നെ മൂത്ത മകൻ്റെ, അതായത് ഞങ്ങളുടെ വിവാഹം നടത്തി. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ ആ വീട് അത്രയധികം നിശബ്ദമാകുമായിരുന്നു. തനിയെ ഒരാൾക്ക് അവിടെ നിൽക്കുക എന്നത് അസാധ്യമാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീട്ടിൽ വീണ്ടും സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായി. കാരണം രമകാന്തിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിലെ യമുന എന്ന പാവം പെൺകുട്ടിയുമായിട്ടാണ് വിവാഹം ഉറപ്പിച്ചത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 8-10 മാസങ്ങൾക്ക് ശേഷം അനിയൻ്റെ വിവാഹം നടന്നു. യമുന ആ വീടിൻ്റെ പടിവാതിൽ കടന്ന പുതിയ മരുമകളായി അകത്തെത്തി. വിവാഹം കഴിഞ്ഞ് വെറും 2 ദിവസമേ ആയിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്കൊരു വിചിത്ര സംഭവത്തെ നേരിടേണ്ടി വന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. പുതിയ മരുമക്കൾ കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നതുവരെ വീടിൻ്റെ ഉമ്മറപ്പടിക്ക് പുറത്തേക്ക് കാൽ വയ്ക്കരുത്. അതായത് അവൾക്ക് വീട് വിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല. യമുന വളരെ ചെറുപ്പമായിരുന്നു. അവൾക്കന്ന് ഏകദേശം 17-18 വയസ്സേ പ്രായം കാണൂ. എനിക്ക് അവളൊരു അനിയത്തിയെ പോലെയായിരുന്നു. പക്ഷെ ആ രാത്രി എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കെന്തോ വിചിത്രമായി തോന്നി. വീടിൻ്റെ മൂലകളിൽ വെച്ചിരുന്ന മണ്ണെണ്ണ വിളക്കുകൾ എണ്ണ തീർന്നതിനാൽ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മ നേരത്തെ തന്നെ മുറിയിൽ പോയി ഉറങ്ങിയിരുന്നു. എൻ്റെ ഭർത്താവ് അന്നെന്തോ ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുകയായിരുന്നു. യമുന എൻ്റെ മുറിയിലുണ്ടാകുമെന്ന് ഞാൻ കരുതി. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. പണികളെല്ലാം തീർത്ത് നാളത്തെ ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞാൻ മുറിയിലേക്ക് ചെന്നു. എന്നാൽ മുറിയിൽ ചെന്നപ്പോൾ അത് ശൂന്യമായിരുന്നു. ആചാരങ്ങൾ കഴിയുന്നതുവരെ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാത്തതിനാൽ യമുന എൻ്റെ കൂടെയാണ് ഉറങ്ങിയിരുന്നത്. യമുനയെ കാണാതായപ്പോൾ ഞാൻ രമകാന്തിൻ്റെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. പരിഭ്രമത്തോടെ വാതിലിൽ തട്ടി ഞാൻ ചോദിച്ചു, രമകാന്ത്, യമുന അകത്തുണ്ടോ? അവളെ കാണാനില്ല. രമകാന്ത് പുറത്തേക്ക് വന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവൾ നിങ്ങളുടെ കൂടെ അടുക്കളയിലുണ്ടെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അന്ന് ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ലായിരുന്നു. ഞങ്ങൾ വിളക്കുമായി വീടിൻ്റെ ഓരോ മുറിയിലും നോക്കി. പക്ഷേ യമുന എവിടെയും ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ അവളെ തിരഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. പുറത്ത് ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മണ്ണിൽ നിന്നുള്ള ഗന്ധത്തോടൊപ്പം എന്തോ ഒന്ന് ചീഞ്ഞൊഴുകുന്ന ഗന്ധവും വരുന്നുണ്ടായിരുന്നു. ആ വീടിൻ്റെ പുറകിൽ പഴയൊരു മതിൽക്കെട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ കമ്പിവേലികൾ ഒരിടത്ത് വളഞ്ഞു നിൽക്കുന്നത് കണ്ടു. ആരോ ശക്തിയായത് വളച്ചതുപോലെ തോന്നി. ഞങ്ങൾ ആ തകർന്ന അതിർത്തി കടന്ന പുറത്തെ ഇടവഴിയിലൂടെ നടന്നു. കുറ്റിച്ചെടികൾ ഞങ്ങളുടെ വസ്ത്രത്തിൽ ഉടക്കി വലിക്കുന്നുണ്ടായിരുന്നു. മഴ കാരണം മണ്ണ് ചെളിയായി മാറിയിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ചെളിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. വിളക്കിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ കാടുകൾക്കിടയിലൂടെ പോകുന്ന ഒരു ചെറിയ വഴി ഞങ്ങൾ കണ്ടു. ആ വഴി നേരെ പോയിരുന്നത് ഒരു പഴയ കെട്ടിടാവശിഷ്ടങ്ങളിലേക്കായിരുന്നു. അവിടെ ഒരു പഴയ കിണറുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. ആ കിണറിനെ കുറിച്ച് നാട്ടിൽ പല അപവാദങ്ങളും പ്രചാരത്തിലുണ്ട്. അതുകൊണ്ട് പകൽ പോലും ആരും അങ്ങോട്ട് പോകാറില്ല. ഏകദേശം 100 മീറ്റർ ഉള്ളിലേക്ക് പോയപ്പോൾ പുല്ലും കാടും മൂടിക്കിടക്കുന്ന ആ കിണർ ഞങ്ങൾ കണ്ടു. രമകാന്തിന് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എങ്കിലും വർഷങ്ങളായി അവനവിടെ പോയിരുന്നില്ല. അവൻ്റെ മുഖത്തെ ആശങ്കയിൽ നിന്നും അത് വ്യക്തമായിരുന്നു. രമകാന്ത് വിളക്കുയർത്തിപ്പിടിച്ച് യമുനയെ വിളിച്ചു, യമുന, യമുന, നീ ഇവിടെ ഉണ്ടോ? മറുപടി ഒന്നും വന്നില്ല. മരങ്ങളുടെ ഇലകൾ അനങ്ങുന്ന ശബ്ദവും ദൂരെ എവിടെയോ മൂങ്ങ കരയുന്ന ശബ്ദവും മാത്രം കേട്ടു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മൂടൽമഞ്ഞിൻ്റെ ഇടയിലൂടെ ഒരു കിണർ വ്യക്തമായി കണ്ടു.
അതിൻ്റെ വശങ്ങൾ തകർന്നു കിടക്കുകയായിരുന്നു. പായൽ പിടിച്ചിരുന്നു. വിളക്കിൻ്റെ വെളിച്ചം കിണറിൻ്റെ മുകളിൽ പതിച്ചപ്പോൾ ഞങ്ങൾ ഭയന്ന് വിറച്ചുപോയി. യമുന അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവൾ പച്ച നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിരുന്നത്. മുടി പൂർണ്ണമായും അഴിച്ചിട്ടിരിക്കുന്നു. അവൾ കുനിഞ്ഞ് കിണറിലെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ വന്നതുപോലും അവൾ അറിഞ്ഞില്ല. ഒരു കൽപ്രതിമയെപ്പോലെ അവൾ അവിടെ നിൽക്കുന്നു. രമാകാന്ത് വേഗം അടുത്തു ചെന്ന് അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി. യമുന, യമുന, നീ ഇവിടെ എന്ത് ചെയ്യുന്നേ? വീട്ടിലേക്ക് നടക്കൂ. രമാകാന്തിൻ്റെ കൈ സ്പർശിച്ച ഉടനെ യമുന പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ സൗമ്യത ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ വല്ലാതെ വിടർന്നിരുന്നു. മുഖം വിളറി വെളുത്തിരുന്നു. അവളൊന്നും മിണ്ടിയില്ല. ഞങ്ങളെ രൂക്ഷമായി ഒന്ന് നോക്കി. ദേഷ്യത്തോടെ നിലത്ത് ചവിട്ടിക്കൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അവൾ ഞങ്ങളെ കൊല്ലുമെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു അവളുടെ ഭാവം. വീട്ടിലെത്തിയപ്പോൾ അവൾ എൻ്റെ മുറിയിൽ ചെന്ന് ഭിത്തിയിലേക്ക് അഭിമുഖമായി കിടന്നു. രമാകാന്ത് മുറിയിലേക്ക് പോയി. ഞാൻ തനിയെ അവിടെ താഴെ കിടക്ക വിരിച്ച് കിടന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോൾ യമുനയുടെ ആ ഭയാനകമായ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു. പിറ്റേന്ന് രാവിലെ യമുന പഴയതുപോലെ ശാന്തയായിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ. ഞാൻ രാത്രിയിലെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചുവെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് അത് ഒഴിഞ്ഞു മാറി. അതൊരു ചെറിയ സംഭവം മാത്രമാണെന്ന് കരുതി ഞാനും അത് വിട്ടുകളഞ്ഞു. അങ്ങനെ 5-6 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഒരു ഉച്ചയ്ക്ക് പെട്ടെന്നാണൊരു വാർത്ത വന്നത്. അമ്മായിയമ്മയുടെ സഹോദരിക്ക് സുഖമില്ലെന്ന്. ഉടൻ തന്നെ അമ്മായിയമ്മയും ഭർത്താവും രമാകാന്തും കൂടി അവരെ കാണാൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. വീട്ടിൽ ഞാനും യമുനയും മാത്രം. ആ തറവാട്ടിലെ നിശബ്ദത അത്രയും ഭയാനകമായിരുന്നു. യമുന അവളുടെ മുറിയിലായിരുന്നു. അപ്പോഴാണ് വാതിലിൽ ആരോ ശക്തിയായി മുട്ടിയത്. തുറന്നു നോക്കിയപ്പോൾ ഭർത്താവിൻ്റെ സുഹൃത്ത് ശ്യാംബാബുവാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കറുത്ത സഞ്ചി ഉണ്ടായിരുന്നു. അതിൽ നിന്നും ചോരത്തുള്ളികൾ താഴെ വീഴുന്നുണ്ടായിരുന്നു. അദ്ദേഹം വല്ലാതെ വിയർത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചേച്ചി, എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലത്ത് പോകണം. ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ മട്ടൻ ഇറച്ചിയാണ്. എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ സമയമില്ല. ഇതൊന്ന് എൻ്റെ വീട്ടിലെത്തിക്കാമോ? ഞാൻ പറഞ്ഞു, എടാ, എനിക്ക് വീട് വിട്ടുവരാൻ കഴിയില്ല. യമുന തനിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഇതിവിടെ വച്ചോളൂ. ഞാൻ മടങ്ങി വരുമ്പോൾ എടുത്തോളാം. അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും വന്നാൽ ഇത് കൊടുത്തു വിട്ടാൽ മതി. അദ്ദേഹം ആ സഞ്ചി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് വേഗം പോയി. ഞാനത് അടുക്കളയിൽ ഒരു പാത്രത്തിൽ താഴെ ഒളിപ്പിച്ചു വെച്ചു. വൈകുന്നേരമായിട്ടും ആരും വന്നില്ല. മട്ടൻ പാകം ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് ഓർമ്മ വന്നത് യമുന ഇറച്ചി കഴിക്കാറില്ലെന്ന്. പുറത്ത് മൂടൽമഞ്ഞ് കൂടിക്കൊണ്ടേയിരുന്നു. രാത്രി 7 മണിയോടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആ സഞ്ചി അവിടെയില്ല. ഏതെങ്കിലും പൂച്ച കൊണ്ടുപോയതാണോ എന്ന് കരുതി ഞാൻ എല്ലായിടത്തും നോക്കി. പക്ഷെ സഞ്ചി എവിടെയും ഇല്ലായിരുന്നു. യമുന ഇറച്ചി തൊടാറില്ല. അതുകൊണ്ട് അവൾ എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അർദ്ധരാത്രിയായിട്ടും വീട്ടുകാർ മടങ്ങി വന്നില്ല. ഞാൻ മുറി അകത്തു നിന്നും പൂട്ടിക്കിടന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. മുറിയിൽ ഐസ് പോലെയുള്ള തണുപ്പ്. നോക്കിയപ്പോൾ യമുന മുറിയിലില്ല. പേടിയോടെ ഞാനൊരു വിളക്കുമായി പുറത്തിറങ്ങി. മുറ്റത്തെ ചെളിയിൽ പാദമുദ്രകൾ കണ്ടു. ഞാൻ കിണറിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച എൻ്റെ ശ്വാസം നിലപ്പിച്ചു. യമുന കിണറിൻ്റെ മുകളിലിരുന്ന് ആ പച്ച മാംസം കൈകൊണ്ട് പിച്ചി ചീന്തി തിന്നുകയാണ്, ഒരു വന്യമൃഗത്തെ പോലെ. അവളത് ചവയ്ക്കാതെ വിഴുങ്ങുന്നു. അവളുടെ ചുണ്ടിൻ്റെ മൂലകളിൽ നിന്നും രക്തവും ഉമിനീരും ഒലിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ മനുഷ്യൻ്റേതല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അവൾ കിണറിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ കാല് ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ തട്ടി. ശബ്ദം കേട്ട യമുന പെട്ടെന്ന് കഴുത്ത് പിന്നിലേക്ക് തിരിച്ചു. ആ നിശബ്ദതയിൽ അവളുടെ കഴുത്തിലെ എല്ലുകൾ വലിയുന്ന ശബ്ദം ഞാൻ കേട്ടു. അവൾ എന്നെ നോക്കി. ഞാൻ ജീവനം കൊണ്ട് വീട്ടിലേക്ക് ഓടി. അകത്ത് കയറി വാതിലടച്ചു. ഞാൻ പുതപ്പിനുള്ളിൽ ശ്വാസം അടക്കി കിടന്നു. അപ്പോൾ മുറിയുടെ വാതിൽ തുറന്നു. മുറിയിൽ പച്ച മാംസത്തിൻ്റെ ഗന്ധം പടർന്നു. അവൾ എൻ്റെ അരികിൽ വന്ന് കിടന്നു. അവളുടെ ശരീരം ഒരു ശവശരീരം പോലെ തണുത്തിരുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടുകാർ തിരിച്ചെത്തി. യമുനക്ക് കഠിനമായ പനി ബാധിച്ചിരുന്നു. അവൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും പേടിച്ചുപോയി. അന്ന് വൈകുന്നേരം അവർ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു. മന്ത്രവാദി വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഈ വീട്ടിൽ ഒരു രോഗിയല്ല, മറിച്ച് തൃപ്തിപ്പെടാത്ത ഒരു ആത്മാവിൻ്റെ നിഴലാണുള്ളതെന്ന്. യമുനയെ കണ്ട മന്ത്രവാദി അവളുടെ മേൽ ഭസ്മം എറിഞ്ഞു. അവൾ ഒരു മൃഗത്തെ പോലെ അലറിക്കൊണ്ട് താഴെ വീണു. മന്ത്രവാദി പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ആ കിണറ്റിൽ വീണു മരിച്ച് ഒരു ആത്മാവ് ഇവളെ പിടികൂടിയിരിക്കുകയാണ്. ഇതിന് പരിഹാരമായി വരാനിരിക്കുന്ന അമാവാസി രാത്രിയിൽ വീട്ടിലെ സുമംഗലിയായ ഒരു സ്ത്രീ യമുനയെപ്പോലെ വധുവായി അണിഞ്ഞൊരുങ്ങി ആ കിണറിൻ്റെ അരികിൽ പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ വെച്ച് ഒരു പുൽപ്രതിമയ്ക്ക് തൻ്റെ ആഭരണങ്ങളും സാരിയും നൽകി അതിന് തീ കൊളുത്തണം. തിരികെ വരുമ്പോൾ ഒരു കാരണവശാലും പുറകോട്ട് നോക്കരുത്.
നോക്കിയാൽ ആ ആത്മാവ് അവളെ കൊല്ലും. ഇത് കേട്ട രമാകാന്തും എൻ്റെ ഭർത്താവും പേടിച്ചുപോയി. പക്ഷേ യമുനയെ രക്ഷിക്കാൻ ഞാൻ തയ്യാറായി. അമാവാസി രാത്രിയിൽ ഞാൻ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വിളക്കുമായി കിണറിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് തണുത്തു. ഞാൻ പുൽപ്രതിമയ്ക്ക് ആഭരണങ്ങളും സാരിയും അണിയിച്ചു. പെട്ടെന്ന് കിണറ്റിൽ നിന്നും ഒരു കറുത്ത രൂപം ഉയർന്നു വന്നു. അതിന് പല്ലുകളുണ്ടായിരുന്നില്ല. വായ ഒരു കറുത്ത ഗുഹ പോലെയായിരുന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് ആ പുൽപ്രതിമയ്ക്ക് തീ കൊടുത്തു. ആ രൂപം ഭയാനകമായി നിലവിളിച്ചു. ഞാൻ തിരിഞ്ഞോടി. ആരും എൻ്റെ സാരിത്തുമ്പിൽ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നി. പക്ഷേ മന്ത്രവാദി പറഞ്ഞത് ഓർത്തു. ഞാൻ തിരിഞ്ഞു നോക്കാതെ കുതറിയോടി. വീട്ടിലെത്തി പൂജാമുറിയിൽ വീണു. അപ്പോൾ യമുനയുടെ ശരീരത്തിന് ഒരു വിറയൽ അനുഭവപ്പെടുകയും അവൾ ബോധരഹിതയാവുകയും ചെയ്തു. ദൂരെ എവിടെയോ ആ ആത്മാവിൻ്റെ അവസാനത്തെ നിലവിളി കേട്ടു. എനിക്ക് ബോധം വന്നപ്പോൾ എല്ലാം ശാന്തമായിരുന്നു. യമുന സുഖം പ്രാപിച്ചു. പിന്നീട് ഗ്രാമവാസികളുടെ സഹായത്തോടെ ആ കിണർ കല്ലുകളിട്ട് മൂടി. ഇതാണ് മുത്തശ്ശിയുടെ ജീവിതത്തിൽ നടന്ന ആ ഭയാനക സംഭവം. പോകല്ലേ, അടുത്ത കഥയിലേക്ക് കടക്കാം. മരിച്ചുപോയ ആളുകളല്ല ഭൂതങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് ആ സ്ഥലത്ത് തടവിലാക്കപ്പെട്ട ഭൂതകാലത്തിൻ്റെ വളരെ സജീവമായ നിഴലുകളാണവ. സമയത്തിന് പോലും അവയെ മായ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കഥയും വ്യത്യസ്തമാണ്. എൻ്റെ പേര് ഹേമന്ത് ഭോസ്ലെ എന്നാണ്. ജൽനയ്ക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെ കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങളുടെ പ്രദേശത്ത് വരൾച്ച എപ്പോഴും ഒരു ശാപമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ ഒരിക്കലും തോറ്റുകൊടുത്തിട്ടില്ല. അദ്ദേഹം കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എനിക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പഠനം പൂർത്തിയാക്കിയ ശേഷം ജലവകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ എനിക്ക് സർക്കാർ ജോലി ലഭിച്ചു. കുട്ടിക്കാലം മുതൽക്ക് അണക്കെട്ടുകൾ, നദികൾ, കാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളിൽ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിനാൽ ഈ ജോലി എനിക്കൊരു സ്വപ്നം പോലെയായിരുന്നു. സർക്കാർ ജോലി കിട്ടിയതോടെ കല്യാണാലോചനകൾ തുടങ്ങി. സംഗീത എന്ന പെൺകുട്ടിയുമായി എൻ്റെ വിവാഹം നിശ്ചയിച്ചു. അവളുടെ കുടുംബം പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്ന ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സംഗീത ശാന്ത സ്വഭാവമുള്ളവളും നിഷ്കളങ്കയുമായിരുന്നു. അവളുടെ രൂപവും ലാളിത്യവും ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ ഹൃദയം കീഴടക്കി. എൻ്റെ മാതാപിതാക്കൾക്കും അവളെ ഉടനെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞങ്ങൾ വേഗത്തിൽ വിവാഹിതരായി. ഞങ്ങളുടെ വിവാഹം ലളിതമായ രീതിയിലാണ് നടന്നത്. പിന്നീട് ഞങ്ങൾ ജൽനയിൽ തന്നെ താമസം ആരംഭിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു. വിവാഹത്തിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മകൾ ജനിച്ചു. ഞങ്ങൾ അവൾക്ക് സാക്ഷി എന്ന് പേരിട്ടു. ഞങ്ങളുടെ ലോകം അവൾക്ക് ചുറ്റുമായിരുന്നു. പക്ഷേ സർക്കാർ ജോലിയായതുകൊണ്ട് സ്ഥലം മാറ്റം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഏകദേശം 4-5 വർഷത്തിന് ശേഷം എനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. ഒരു ഇടതൂർന്ന വനത്തിന് നടുവിലുള്ള പഴയ അണക്കെട്ടിന് സമീപമായിരുന്നു എൻ്റെ പോസ്റ്റിംഗ്. ആ സ്ഥലം വീട്ടിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ തന്നെയുള്ള സർക്കാർ ക്വാർട്ടേഴ്സിലേക്ക് സംഗീതയെയും സാക്ഷിയെയും കൂട്ടി മാറേണ്ടി വന്നു. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ പരസ്പരം അല്പം ദൂരത്തിലായിരുന്നു. എന്നാൽ അവയിൽ ഞങ്ങളുടെ വീട് അല്പം വ്യത്യസ്തമായിരുന്നു. അതായത് ആ വീട് വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു. മരവും കല്ലും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അത്. അതിന് ചുറ്റും കിലോമീറ്ററുകൾ ഇടതൂർന്ന വനവും അണക്കെട്ടിലെ വെള്ളവും മാത്രമാണുള്ളത്. ഞങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങളുമായി പുതിയ വീട്ടിലെത്തി. വീട് പഴയതായിരുന്നുവെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതായിരുന്നു. ആ പഴയ വീട്ടിലെ ഞങ്ങളുടെ ആദ്യ ദിവസമായിരുന്നു അത്. ഞങ്ങൾ സാധനങ്ങൾ അടുക്കി വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിലെ മുറിയിൽ നിന്നും എന്തോ ഇഴയുന്ന ശബ്ദം കേട്ടത്. ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ സംഗീതയും മേൽക്കൂരയിലേക്ക് നോക്കുന്നത് കണ്ടു. ഒരുപക്ഷെ അവളും ആ ശബ്ദം കേട്ടിട്ടുണ്ടാകാം. ഞങ്ങളിരുന്ന മുറിക്ക് തൊട്ടുമുകളിൽ അടച്ചിട്ടൊരു മുറിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. തറയിലൂടെ കനമുള്ള മരകഷ്ണം ആരോ വലിച്ചഴിക്കുന്നത് പോലെ ശബ്ദം വ്യക്തമായിരുന്നു. ഞാൻ സംഗീതയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയ്ക്ക് തൊട്ടുമുകളിലായി ആ അടച്ചിട്ട മുറി. അവിടെ എത്തിയപ്പോൾ വീണ്ടും അതേ ശബ്ദം കേട്ടു. ആരോ മനഃപൂർവ്വം ഒരു മൂലയിൽ നിന്നും മറ്റൊരു മൂലയിലേക്ക് എന്തോ വലിച്ചഴിക്കുന്നത് പോലെ. ഞാൻ സംഗീതയോട് ഇത്രമാത്രം പറഞ്ഞു, നിൽക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഏതെങ്കിലും എലിയോ പൂച്ചയോ കയറിയതാകാം. പക്ഷേ ഞാനിത് പറഞ്ഞ അടുത്ത നിമിഷം എല്ലാം ശാന്തമായി. ഞാൻ മുകളിൽ പോയി നോക്കിയപ്പോൾ അവിടെ വലിയ പൂട്ടിട്ട് ഒരു മുറി കണ്ടു. അന്ന് ആ പൂട്ടിൻ്റെ താക്കോൽ എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് വാതിലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കുവാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ എനിക്ക് ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. താക്കോലും അവിടെ എവിടെയും കണ്ടില്ല. അതിനാൽ ഞാൻ താഴേക്ക് തിരിച്ചു വന്നു. പിന്നെ സംഗീതയെ നോക്കി തല അനക്കി ഇല്ല എന്ന് കാണിച്ചു. അവിടെ ആരുമില്ല എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. സംഗീതയും മിണ്ടാതിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു കാണും. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. സംഗീതയുടെ ഒരു നല്ല സ്വഭാവം അവളെപ്പോഴും ഭജനകൾ മൂളി നടക്കുമായിരുന്നു എന്നതാണ്.
എന്നാൽ അവിടെ വന്നതിന് ശേഷം അവൾ മൗനമായി മാറാൻ തുടങ്ങി. ആ സമയത്ത് അടുത്ത ക്വാർട്ടേഴ്സിലെ സ്ത്രീകളുമായി അവൾ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ ഒരു വിഷാദം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ നോക്കിയാലും അവൾ ജനലിലൂടെ കാടിൻ്റെ ഭാഗത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കും, ആ അണക്കെട്ടിൻ്റെ ഭാഗത്തേക്ക്. അതായത് എപ്പോൾ നോക്കിയാലും അവളുടെ ശ്രദ്ധ ആ വശത്തായിരിക്കും. അവളെ വിളിച്ചാൽ അവൾ പെട്ടെന്ന് ബോധത്തിലേക്ക് വരും. കാട്ടിലെ ആ നിശബ്ദത അവളെ വിഴുങ്ങാൻ പോകുന്നത് പോലെയാണ് അവൾ നോക്കിയിരുന്നത്. ഇപ്പോൾ എൻ്റെ ജോലിയും അങ്ങനെയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പലപ്പോഴും രാത്രി വൈകുന്നത് വരെ സൈറ്റിൽ നിൽക്കേണ്ടി വന്നിരുന്നു. ചിലപ്പോൾ രാത്രി 1 മണിയാകും, ചിലപ്പോൾ 3 മണിയാകും. ആ ദിവസങ്ങളിൽ ജോലിയും കൂടുതലായിരുന്നു. മഴക്കാലത്തിന് മുമ്പ് അണക്കെട്ടിലെ വിള്ളലുകൾ പരിശോധിക്കുന്നത് എനിക്ക് വളരെ പ്രധാനമാണ്. ഒരു രാത്രി പതിവ് പോലെ വീട്ടിലെത്താൻ വൈകി. എൻ്റെ കൈവശമുള്ള താക്കോൽ കൊണ്ട് വാതിൽ തുറന്ന് ഞാൻ അകത്ത് കയറി. എൻ്റെ മകളും സംഗീതയും ഉറങ്ങുകയായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചില്ല. ഞാൻ ശബ്ദമുണ്ടാക്കാതെ മുഖം കഴുകി മുറിയിലേക്ക് പോയി പതുക്കെ മുറിയുടെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കി. സാക്ഷിമോൾ സുഖമായി ഉറങ്ങുകയാണ്. സംഗീത പാതി തുറന്ന കണ്ണുകളോടെ പേടിച്ചരണ്ട രീതിയിൽ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏകാന്തത കൊണ്ടോ അവൾക്കങ്ങനെ തോന്നിയതാകാമെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവൾ പെട്ടെന്ന് പരിഭ്രമിച്ച് എഴുന്നേറ്റിരുന്നു. ആ നിമിഷം അവളുടെ ശ്വാസം വേഗത്തിലായിരുന്നു. ഞാൻ താഴ്ന്ന സ്വരത്തിൽ അവളോട് പറഞ്ഞു, സംഗീത, ഇത് ഞാനാണ്, ഹേമന്ത്. ഞാൻ ഉടനെ അവളുടെ അടുത്തേക്ക് പോയി. പിന്നീട് അവൾ സ്വയം ശാന്തയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഇന്ന് ഇത്രയധികം പേടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൾ തലയാട്ടി പറഞ്ഞു, വീട്ടിൽ വല്ല കള്ളനും കയറിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. ഞാൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞു, ഞാനെപ്പോഴും ഈ സമയത്തല്ലേ വരുന്നത്. ശരി, നീ ഉറങ്ങിക്കോ. അവളൊന്നും മിണ്ടാതെ ഉറങ്ങി. പക്ഷെ അടുത്ത ആഴ്ച മറ്റൊരു സംഭവം എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അന്ന് ഞാൻ നേരത്തെ വീട്ടിലെത്തി. രാത്രി 9 മണി ആയതേ ഉള്ളൂ. ഞാൻ സൈക്കിൾ വെച്ച് മുറ്റത്തേക്ക് കടന്നു. മഞ്ഞ ബൾബിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ സംഗീത സാക്ഷിയെയും എടുത്ത് മുറ്റത്തിരിക്കുന്നത് ഞാൻ കണ്ടു. അവളുടെ മുഖം പേടിച്ച് വിളറിയിരുന്നു. ഞാൻ സാക്ഷിയെടുത്ത് സംഗീതയോട് ചോദിച്ചു, എന്തു പറ്റി സംഗീത? നീ എന്തിനാണ് ഇങ്ങനെ പുറത്തിരിക്കുന്നത്? സാക്ഷിയെ അകത്തുറക്കിക്കൂടെ? സംഗീത വിറയ്ക്കുന്ന ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, ഹേമന്ത്, ഉച്ച മുതൽ മേൽക്കൂരയിൽ ആരോ നടക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു. പിന്നെ പെട്ടെന്ന് നിൽക്കുന്നു. ആദ്യം തോന്നി അടച്ചിട്ട മുറിയിൽ ആരോ ഉണ്ടെന്ന്. പക്ഷേ മുകളിലേക്ക് പോകാൻ എനിക്ക് ധൈര്യം വന്നില്ല. പിന്നെ വൈകുന്നേരം ഞാൻ മുറ്റത്ത് വെയിലത്ത് ഉണങ്ങാനിട്ടിരുന്ന തുണികൾ എടുക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധ മേൽക്കൂരയിലേക്ക് പോയി. അവിടെ മേൽക്കൂരയിൽ ഒരാളുടെ നിഴൽ ഞാൻ കണ്ടു. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. എനിക്ക് ഉള്ളിലിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ സാക്ഷിയെയും എടുത്ത് പുറത്തേക്ക് വന്നു. ഹേമന്ത്, ഹേമന്ത്, നമ്മുടെ വീട്ടിൽ ആരോ ഉണ്ട്. എനിക്ക് വലിയ പേടി തോന്നുന്നു ഹേമന്ത്. സംഗീത ഒരുപാട് പേടിച്ചിരുന്നു. എന്നിട്ടും അവൾക്ക് ധൈര്യം നൽകാനായി ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി പാവമേ, അകത്ത് കയറി ലൈറ്റ് ഇട്ടുകൂടെ? ലൈറ്റ് ഇട്ടാൽ പേടി തന്നെ ഓടിക്കോളും. സംഗീത അപ്പോൾ ദീർഘശ്വാസം എടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ ലൈറ്റ് ഇട്ടിരുന്നു. പക്ഷേ ഞാൻ ലൈറ്റ് ഇടുമ്പോൾ ആ ശബ്ദം നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞ് ലൈറ്റ് താനെ അണയും. വീണ്ടും ആ ശബ്ദം വരും. മേൽക്കൂരയിൽ ആരോ വട്ടത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും. ഞാൻ അവളുടെ വാക്കുകളെല്ലാം കേട്ടു. എന്നിട്ട് ഞാൻ നോക്കാമെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ തന്നെ ഉള്ളിൽ പോയി വീടിൻ്റെ ഓരോ മൂലയും പരിശോധിച്ചു. പക്ഷേ എനിക്ക് എവിടെയും അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. എല്ലാ ജനൽവാതിലുകളും കട്ടിലുകളും അലമാരകളും എല്ലാം നോക്കി. പക്ഷേ എനിക്ക് അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നീട് ഞാൻ അവരെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു. സംഗീതയെയും മകളെയും വീണ്ടും ആശ്വസിപ്പിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ ചിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ആ സംസാരത്തിൻ്റെ ഇടയിൽ കുറച്ചു നേരത്തേക്ക് അവർ എല്ലാം മറന്നു. എന്നാൽ ആ നിമിഷം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഇന്നവളെ ആ അടച്ചിട്ട മുറിയിൽ കൊണ്ടുപോയി അവിടെ ഒന്നുമില്ലെന്ന് കാണിച്ചു കൊടുത്താൽ ഒരുപക്ഷെ അവളുടെ പേടി എന്നേക്കുമായി തീരുമെന്ന്. ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ മകളെ ഉറക്കി. എന്നിട്ട് സംഗീതയെ നിർബന്ധിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കയ്യിലപ്പോൾ വീട് വൃത്തിയാക്കുമ്പോൾ കിട്ടിയ ഒരു പഴയ പിച്ചള താക്കോലുണ്ടായിരുന്നു. ഞങ്ങൾ ഗോണി കയറുമ്പോൾ വീടിൻ്റെ ഉള്ളിലെ കാറ്റിന് കനം കടുത്തതായി എനിക്ക് തോന്നി. വല്ലാത്തൊരു ഗന്ധം വായുവിൽ അലയുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഉണങ്ങിയ പൂക്കളുടെ ഗന്ധം പോലെ. ഇരുട്ടിലാരോ നിന്നുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് വരുന്നത് നോക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ ധൈര്യം സംഭരിച്ച ഒരൊറ്റ നീക്കത്തിന് ആ അടച്ചിട്ട മുറിയുടെ വാതിൽ തുറന്നു. ആ നിശബ്ദതയിൽ വാതിലിൻ്റെ ശബ്ദം അത്ര ഭയാനകമായി തോന്നി. എൻ്റെ ഹൃദയം വിറച്ചുപോയി. ഉള്ളിൽ വീർപ്പ് മുട്ടിക്കുന്ന വായു എൻ്റെ മുഖത്തടിച്ചു. എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഞാൻ കൈകൊണ്ട് സ്വിച്ച് ബോർഡ് തപ്പി ചില ബട്ടണുകൾ അമർത്തി. ബട്ടൺ അമർത്തിയ ഉടനെ ഒരു മങ്ങിയ മഞ്ഞ ബൾബ് തെളിഞ്ഞു. മുറിയുടെ മധ്യഭാഗത്ത് പൊടി പിടിച്ചൊരു കസേര ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി മുറി മുഴുവനും ശൂന്യമായിരുന്നു. എങ്കിലും ശൂന്യമെന്ന വാക്ക് അവിടെ ശരിയായിരുന്നില്ല. കാരണം അവിടെ ആരുടെയോ സാന്നിധ്യത്തിൻ്റെ ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായിരുന്നു. ആ മുറി തന്നെ ശ്വസിക്കുന്നത് പോലെ തോന്നി. സംഗീത അപ്പോൾ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്.
പുറത്തു നിന്ന് തന്നെ മുറി മുഴുവനും നോക്കുകയാണ്. ആ നിമിഷം ചുവരിൻ്റെ ഉള്ളിൽ നിന്നും വളരെ താഴ്ന്ന ഒരു മർമ്മരം ഞാൻ കേട്ടു. ആരോ ദൂരെ നിന്നും എൻ്റെ പേര് വിളിക്കുന്ന പോലെ. സംഗീതയ്ക്ക് ഒരു പക്ഷെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ആ കസേരയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് മുറിയുടെ മുകളിൽ നിന്നും ഒരു സാധനം നേരെ കസേരയിലേക്ക് വീണു. ഒന്ന് തുള്ളിയിട്ട് എവിടേക്കോ പോയി. ഒരു നിമിഷം പേടി കാരണം എൻ്റെ ശരീരം വിറച്ചു. സംഗീതയും പിന്നോട്ട് മാറി. ഞാനും പിന്നോട്ട് മാറി സ്വയം നിയന്ത്രിച്ച് അങ്ങും ഇങ്ങും നോക്കി. ആ കനത്ത സാധനം വീണതുകൊണ്ട് ആ കസേര മുന്നോട്ടും പിന്നോട്ടും ആടി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ മുറിയുടെ ഒരു ഇരുണ്ട മൂലയിൽ എന്തോ അനക്കമുണ്ടായി. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ വലിയൊരു തടിച്ച എലി ഒരു മൂലയിൽ നിന്നും ചാടി മറ്റൊരു മൂലയിലേക്ക് പോകുന്നത് കണ്ടു. ഞാൻ സ്വയം ശാന്തനായി പുറത്തിറങ്ങി വാതിലടച്ചു. അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ സംഗീതയുടെ നേരെ തിരിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ, അവിടെ ഒന്നുമില്ല, എല്ലാം നിന്റെ തോന്നലാണ്. ഉള്ളിൽ ചെറിയ എലികളുണ്ട്. ആ ശബ്ദമെല്ലാം അവരുടേതാണ്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ താഴെ ഇറങ്ങുമ്പോൾ കാതുകളിൽ വീണ്ടും അതേ ശബ്ദം. മുകളിൽ അടച്ചിട്ട മുറിയിൽ ആ കസേര ആടുന്ന ശബ്ദം. ആ ശബ്ദം ഇപ്പോഴും വരുന്നുണ്ടായിരുന്നു. ഞാൻ സംഗീതയെ ആശ്വസിപ്പിച്ചു. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആരുടെയോ സാന്നിധ്യം തീർച്ചയായും അനുഭവപ്പെട്ടിരുന്നു. ആരുമില്ലെങ്കിലും ആരും ഉള്ളതുപോലെയുള്ള അനുഭവം. കിടക്കയിൽ കിടന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥന ചൊല്ലി. രാത്രി മുഴുവനും മുകളിലെ മുറിയിൽ ആരോ പതുക്കെ നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. രാവിലത്തെ വെളിച്ചം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം വെറുതെ എൻ്റെ ചിന്തകൾ മാത്രമാണെന്ന്. ആ കാര്യങ്ങളിൽ നിന്നും ഞാൻ ശ്രദ്ധ മാറ്റി. അപ്പോൾ എപ്പോഴും എൻ്റെ കണ്ണുകൾ അടഞ്ഞു. ആ മുറി ശൂന്യമായിരുന്നുവെങ്കിലും അതിലൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ മുറി ശൂന്യമായിരുന്നുവെങ്കിലും അത് ശൂന്യമല്ലായിരുന്നു. അടുത്ത 2-3 ദിവസത്തേക്ക് എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി തുടങ്ങി. ഞാൻ കൂടുതൽ കാത്തുനിന്നില്ല. വീട് മാറാനായി ഓഫീസിൽ അപേക്ഷ നൽകി. പക്ഷേ സർക്കാർ ജോലികൾ അതിൻ്റെ വേഗതയിലേ നടക്കൂ. എൻ്റെ അപേക്ഷ മാറ്റിവെക്കപ്പെട്ടു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഒരു രാത്രി സൈറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ കാട്ടുവഴിയിൽ എനിക്ക് വിചിത്രമായ ഒരു അനുഭവമുണ്ടായി. മുളങ്കാടുകൾക്ക് പിന്നിലൂടെ ആരോ എന്നോടൊപ്പം നടക്കുന്നത് പോലെ തോന്നി. ഞാൻ എങ്ങനെയൊക്കെ വീട്ടിലെത്തി വാതിൽ മുട്ടി. സംഗീത വാതിൽ തുറന്നു. ഒന്നും മിണ്ടാതെ അവൾ വീണ്ടും മുറിയിലേക്ക് പോയി ഉറങ്ങി. ഞാൻ മുഖം കഴുകി അടുക്കളയിൽ പോയി. അപ്പോൾ മുകളിൽ നിന്നും കാലൊച്ചകൾ കേൾക്കാൻ തുടങ്ങി. ആരോ മുകളിൽ ഓടുന്നത് പോലെ. പിന്നെ പെട്ടെന്ന് ഹൃദയം തകരുന്ന ഒരു നിലവിളി മുഴങ്ങി. ഞാൻ ഹാളിലേക്ക് ഓടി. സംഗീത തറയിൽ മുട്ടുകുത്തിയിരുന്ന് കരയുകയാണ്. ഞാൻ വേഗം ലൈറ്റിട്ട് അവളുടെ അടുത്തേക്ക് പോയി. അവളെ താങ്ങിക്കൊണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു, എന്തു പറ്റി സംഗീത, നിനക്ക് എന്തു പറ്റി? സംഗീതയുടെ മുഖം ഭയത്താൽ മരവിച്ചിരുന്നു. അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു, പെട്ടെന്നാരും എൻ്റെ അടുത്ത് വന്നു. എന്നെ പുറകിൽ നിന്നും തള്ളി തറയിലേക്കിട്ടു. എൻ്റെ പുറം വല്ലാതെ വേദനിക്കുന്നു ഹേമന്ത്. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ പുറം നോക്കി. എൻ്റെ ഹൃദയം ഒന്നുകൂടി വിറച്ചു. സംഗീതയുടെ പുറത്തൊരു മനുഷ്യൻ്റെ കൈപ്പത്തിയുടെ അടയാളം തെളിഞ്ഞു വന്നിരിക്കുന്നു. ആരോ തീ കത്തിച്ച കൈകൊണ്ട് അവളെ സ്പർശിച്ചതുപോലെ തോന്നി. അവളുടെ പുറത്തെ മാംസം വെന്തുപോയിരുന്നു. ഞാൻ ഉടനെ മരുന്നെടുത്ത് അവളുടെ പുറത്തു പുരട്ടി. സംഗീത അപ്പോൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലായിരുന്നു അല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് സാക്ഷി പുറത്ത് കളിക്കാൻ പോയപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ നീങ്ങുന്ന ശബ്ദം കേട്ടു. പൂച്ചയായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ തറയിൽ നനഞ്ഞ കാലടയാളങ്ങൾ ഉണ്ടായിരുന്നു. ആരോ മനുഷ്യൻ്റെ കാലടയാളങ്ങൾ. അവ നേരെ മുകളിലേക്ക് ആ അടച്ചിട്ട മുറിയിലേക്ക് പോവുകയായിരുന്നു. നിങ്ങൾ എന്നെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വീടിൻ്റെ ഉള്ളിൽ തീർച്ചയായും വിചിത്രമായ എന്തോ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നിട്ടും എങ്ങനെയൊക്കെയോ ഞാൻ അവളെ ശാന്തമാക്കി പറഞ്ഞു, നാളെ രാവിലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകും. കാരണം അത് വനപ്രദേശമാണ്. രാത്രിയിൽ വീടിന് പുറത്തേക്ക് പോകുന്നത് ശരിയല്ലായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ഹൃദയം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളോട് എന്തു പറയും, എങ്ങനെ മനസ്സിലാക്കിക്കും? ഒന്നും മനസ്സിലായില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ അവളെ സമാധാനിപ്പിച്ചു. അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി വിശ്രമിക്കാൻ പറഞ്ഞു. ആ നിശബ്ദതയിൽ ഞങ്ങളുടെ മകൾ സുഖമായി ഉറങ്ങുകയായിരുന്നു. സംഗീതം ഉറങ്ങിയതിന് ശേഷം കുറേ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഞാൻ കണ്ടു, അവിടെ ഇപ്പോഴും തറയിൽ നേർത്ത കാലടയാളങ്ങൾ ഉണ്ടായിരുന്നു. ആ അടയാളങ്ങൾ നേരെ പുറത്തെ ഗോണിയിലേക്ക് പോകുന്നുണ്ട്. ആ കാലടയാളങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് മുറ്റത്ത് നിന്നും വളരെ മധുരമായ എന്നാൽ ഭയാനകമായൊരു ശബ്ദം കേട്ടത്. ആരോ അവിടെ ഇരുന്ന് പാടുകയാണ്, എന്തോ മൂളുകയായിരുന്നു. ആ ശബ്ദത്തിൽ ഒരു പ്രത്യേക ആകർഷണവും വലിച്ചടിപ്പിക്കലും ഉണ്ടായിരുന്നു. ആ ശബ്ദം എൻ്റെ മുറിയുടെ വശത്ത് നിന്നാണ് വരുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ മുറിയിലേക്ക് എത്തി നോക്കി. സാക്ഷിയും ഭാര്യയും ഉറങ്ങുകയാണ്. ഞാൻ പതുക്കെ ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി. പക്ഷെ അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എൻ്റെ രക്തം മരവിപ്പിച്ചു. ആ നിശബ്ദമായ രാത്രിയിൽ മുറ്റത്തിൻ്റെ മധ്യത്തിൽ ഒരു രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു.
സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു സ്ത്രീയായിരുന്നു. അവളുടെ നീളമുള്ള കറുത്ത മുടി തറയിൽ മുട്ടുന്നുണ്ടായിരുന്നു. കാറ്റ് തീരെയില്ലായിരുന്നു, പക്ഷെ അവളുടെ മുടി അനങ്ങുന്നുണ്ടായിരുന്നു. ആരോ അദൃശ്യമായി കൈകൊണ്ട് അത് ചെയ്യുന്നത് പോലെ. ആ സ്ത്രീ തുടർച്ചയായി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ ഭയാനകമായ പാട്ട് മൂളുന്നുമുണ്ട്. രാത്രി ആഴമേറിയതായിരുന്നു. നിഴലുകൾ ചുവരുകളിൽ ഇഴയുന്നു. ഇത്രയും ആഴമുള്ള രാത്രിയിൽ കൂട്ടിന് ആരുമില്ല. മിന്നാമിനുകുകളും അണഞ്ഞുപോയി. ഇപ്പോൾ എനിക്ക് വലിയ പേടി തോന്നുന്നു. ആ പാട്ടിലെ വേദന എനിക്ക് ഉള്ളിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. ആഗ്രഹിച്ചാലും എനിക്ക് കണ്ണുകൾ മാറ്റാൻ കഴിഞ്ഞില്ല. ആ ശബ്ദം എന്നെ തളച്ചിട്ടതുപോലെ ഞാൻ നിന്നു. ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് അവൾ പതുക്കിയ കഴുത്തെൻ്റെ ജനലിൻ്റെ നേരെ തിരിച്ചത്. ആ സ്ത്രീ കഴുത്ത് തിരിച്ചപ്പോൾ എൻ്റെ ആത്മാവ് വിറച്ചുപോയി. അവളുടെ കണ്ണുകളുടെ സ്ഥാനത്ത് 2 ആഴത്തിലുള്ള മാംസക്കുഴികളായിരുന്നു. അതിൽ നിന്നും ഒരു തിളക്കം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആദ്യം അവൾ നിശ്ചലയായി നിന്നു. ഭാവഭേദമില്ലാതെ എന്നെ നോക്കി നിന്നു, എൻ്റെ ആത്മാവിലേക്ക് നോക്കുന്നത് പോലെ. പിന്നെ പെട്ടെന്ന് അവളുടെ മുഖത്തൊരു വലിയ ചിരി വിരിഞ്ഞു. അവളുടെ ചുണ്ടുകൾ ചെവി വരെ നീണ്ടുപോയി. അതോടെ അവളുടെ മുഖത്തെ മാംസങ്ങൾ കീറാൻ തുടങ്ങി. അടുത്ത നിമിഷം അവൾ പെട്ടെന്ന് ഓടാൻ തുടങ്ങി. സാധാരണ മനുഷ്യരെ പോലെയല്ല അവൾ ഓടിയത്. അവളുടെ വേഗത അവിശ്വസനീയമായിരുന്നു. അവൾ എൻ്റെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞ് വീടിൻ്റെ പിന്നിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അവൾ പോയി എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് അവൾ വീടിന് ഒരു ചുറ്റും കറങ്ങി വീണ്ടും അതേ ജനലിൻ്റെ അടുത്തേക്ക് വന്നു. ഇത്തവണ അവളെ കണ്ടപ്പോൾ എൻ്റെ ശരീരം മുഴുവനും തണുപ്പ് പടർന്നു. എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. പക്ഷെ അവൾ നിന്നില്ല. ഇപ്പോൾ അവൾ വീടിൻ്റെ ചുറ്റും ഓടാൻ തുടങ്ങിയിരിക്കുന്നു. 1 വട്ടം, 2 വട്ടം, 3 വട്ടം. ഓരോ തവണയും അവൾ ജനലിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ആ ഭയാനകമായ ചിരിയും വിചിത്രമായ ശബ്ദവും എനിക്ക് കേൾക്കാമായിരുന്നു. ഓരോ വട്ടം കൂടുമ്പോഴും ആ ചിരി കൂടുതൽ ഉച്ചത്തിലുള്ളതും ഭീകരവുമാകുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നു. എൻ്റെ ശരീരം വിയർത്ത് കുതിർന്നിരുന്നു. എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ജനൽ കർട്ടൻ വലിച്ചിട്ടു, അവളെ കാണാതിരിക്കാൻ. എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ പിന്നോട്ട് മാറി കിടക്കയിൽ വീണു. ആ ഇരുണ്ട മുറിയിൽ ഞാൻ കണ്ണുകളടച്ച് മനസ്സിൽ ദൈവപ്രാർത്ഥന ചൊല്ലി തുടങ്ങി. എൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രാർത്ഥനയുടെ വേഗതയും ശക്തിയും കൂടിയപ്പോൾ എല്ലാം ശാന്തമാകുമെന്ന് ഞാൻ കരുതി. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. വീടിനുള്ളിലെ പിരിമുറുക്കം കൂടുതൽ ആഴമുള്ളതും കനത്തതുമായി മാറി. ജനലിൻ്റെ പുറത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ആ സ്ത്രീയുടെ ചിരി പെട്ടെന്ന് നിന്നു. വീട് മുഴുവനും ഒരു കൊലവിളി നിശബ്ദത പടർന്നു. പക്ഷെ ആ നിശബ്ദത ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നില്ല. സംഗീതയും സാക്ഷിയും നല്ല ഉറക്കത്തിലായിരുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർ അറിഞ്ഞതേയില്ല. എന്നാൽ ആ നിമിഷം മുറിയുടെ ചുവരുകളിൽ കറുത്ത നിഴലുകൾ എഴിയുന്നത് ഞാൻ കണ്ടു. ആ നിഴലുകൾ മനുഷ്യരൂപമായിരുന്നില്ല, മറിച്ച് നീളമുള്ളതും വളഞ്ഞതുമായിരുന്നു. ആ നിഴലുകൾ മേൽക്കൂരയിലേക്ക് ഇഴഞ്ഞു കയറുകയാണ്. ഞാൻ മേൽക്കൂരയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അടുത്ത് വലിയൊരു ശബ്ദം കേട്ടത്. വാതിൽ തുറന്നു പോയിട്ടുണ്ടാകാം. ആ വലിയ മരവാതിൽ ആരോ കോടാലി കൊണ്ട് തകർത്തതുപോലെ അത്രയും വേഗത്തിൽ തുറന്നു. നിശബ്ദത ഇപ്പോൾ കൂടുതൽ ഭയാനകമായി തോന്നി. ഞാൻ മിണ്ടാതെ മുറിയിലിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കി. എൻ്റെ ശ്വാസം പതുക്കിയാണ് വന്നത്. മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അവിടെ നിന്നും ഹാളും മുകളിലേക്ക് പോകുന്ന കോണിയും വ്യക്തമായി കാണാമായിരുന്നു. അപ്പോൾ ഹാളിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു നിഴൽ ഉള്ളിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. അത് ഒരു ശബ്ദമുണ്ടാക്കാതെ പതുക്കെ നടന്ന് മുറിയുടെ വാതിൽക്കലെത്തി. പിന്നെ അത് വളരെ പതുക്കെ തല മുറിക്കുള്ളിലേക്ക് ചായച്ച് എന്നെ നോക്കി. അതേ മുഖം. അവൾ തൻ്റെ കഴുത്ത് ഒരു വശത്തേക്ക് പൂർണ്ണമായും ചരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു പക്ഷി എന്തെങ്കിലും സൂക്ഷിച്ചു നോക്കുന്ന പോലെ. അവളുടെ മുഖത്ത് വീണ്ടും അതേ ഭയാനകമായ ചിരി വിരിഞ്ഞു. പക്ഷെ അവൾ നിന്നില്ല. അവൾ കഴുത്ത് അതേപോലെ ചരിച്ചു പിടിച്ച് ഗോണിയിലേക്ക് തിരിഞ്ഞു. അടുത്ത നിമിഷം ഗോണിയിൽ ആരോ ഭാരമുള്ള കാലടികൾ വയ്ക്കുന്ന ശബ്ദം കേട്ടു. ആ പഴയ മരഗോണിയിൽ ആരോ ഭാരം കയറ്റി വെച്ചതുപോലെ. ആ ശബ്ദം ഇടയ്ക്കിടെ നിന്ന് മുകളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. ആ വസ്തു വളരെ പതുക്കെ മുകളിലേക്ക് ആ അടച്ചിട്ട മുറിയിലേക്ക് നീങ്ങുകയാണ്. ഞാൻ കിടക്കയിൽ ജീവനില്ലാത്തതുപോലെ കിടന്നു. എഴുന്നേറ്റ് ലൈറ്റിടാനോ പുറത്തേക്ക് ഓടാനോ ഉള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. പുറത്തുള്ളത് എന്തു തന്നെയായാലും എനിക്കതിനെ നേരിടാൻ കഴിയില്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ പുതപ്പിനുള്ളിൽ ഒളിച്ചു കിടന്നു. കുറച്ചു സമയം ശാന്തമായി കടന്നുപോയി. പുതപ്പിനുള്ളിലായിരുന്നിട്ടും എൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു. പരിഭ്രമത്തിൻ്റെ ഇടയിൽ മുറിയുടെ വാതിലടയ്ക്കാൻ മറന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ മുകളിലെ ആ അടച്ചിട്ട മുറിയിൽ നിന്നും ആരോ മൂളുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം വളരെ പതുക്കെയും മധുരവുമായിരുന്നു. പക്ഷെ അതിലൊരു പ്രത്യേക വിഷാദമുണ്ടായിരുന്നു. ആ നിമിഷം നിശബ്ദത അത്രയും കനത്തതായിരുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് എൻ്റെ കാതുകളിൽ എനിക്ക് കേൾക്കാമായിരുന്നു. വീടിനുള്ളിലെ കാറ്റിപ്പോൾ തണുപ്പുള്ളതല്ല, മറിച്ച് വിറയ്ക്കുന്നതായി തോന്നി. ആ ശബ്ദം നേരെ എൻ്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങാൻ തുടങ്ങി.
എൻ്റെ കൈ അടുത്തേക്ക് നീങ്ങി. അവിടെ സംഗീതയും സാക്ഷിയും ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ശൂന്യമായ പുതപ്പ് മാത്രമായിരുന്നു. അവിടെ ആരുമില്ലായിരുന്നു. ഒരു അജ്ഞാത ഭയം എന്നിൽ ഉണർന്നു. സംഗീതയോ സാക്ഷിയോ മുകളിലേക്ക് പോയി കാണുമോ? അതോ ആരെങ്കിലും അവരെ കൊണ്ടുപോയോ? ആ ചിന്തയിൽ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. എൻ്റെ തലച്ചോറ് മരവിച്ചുപോയി. ആ മൂളുന്ന ശബ്ദം ഇപ്പോൾ കൂടുതൽ വ്യക്തമായി. അവർ മുകളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു അജ്ഞാത ശക്തി എന്നെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭാര്യയെയും കുട്ടിയെയും രക്ഷിക്കണമെന്ന ചിന്ത എൻ്റെ പേടിയേക്കാൾ വലുതായിരുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ ഗോണിയിലേക്ക് നടന്നു. എന്നാൽ ഓരോ പടിയും ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. മുകളിലെത്തിയപ്പോൾ ആ അടച്ചിട്ട മുറിയുടെ വലിയ പിച്ചളപ്പൂട്ട് തറയിൽ കിടക്കുന്നത് കണ്ടു. എപ്പോഴും അടച്ചിട്ടിരുന്ന ആ വാതിലിപ്പോൾ പാതി തുറന്നു കിടക്കുന്നു. അവിടെ നിന്നും അതേ മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ കൈനീട്ടി വാതിൽ പൂർണ്ണമായും തുറന്നു. മുറിക്കുള്ളിൽ മൂടൽമഞ്ഞു പോലെയുള്ള പുക നിറഞ്ഞിരുന്നു. അതിനാൽ ഞാൻ കണ്ണ് ചെറുതാക്കി സൂക്ഷിച്ചു നോക്കി. അവിടെ കണ്ട കാഴ്ച എൻ്റെ കാലടിയിലെ മണ്ണൊലിപ്പിച്ചു കളഞ്ഞു. പൊടി പിടിച്ച ആ പഴയ കസാരയിൽ സംഗീത ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പുറം എൻ്റെ നേരെയായിരുന്നു. അവളുടെ മടിയിൽ സാക്ഷി കിടക്കുന്നുണ്ട്. സംഗീത വളരെ പതുക്കെ സാക്ഷിയുടെ മുടി ചീകുകയാണ്. അവളുടെ മുഖത്ത് വിചിത്രമായൊരു വിളർച്ചയുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും തുറന്നിരിക്കുന്നു. കണ്ണ് ചിമ്മാതെ അവൾ ചുവരിൻ്റെ ഒരു മൂലയിലേക്ക് നോക്കുകയാണ്. എൻ്റെ ഭാര്യ എന്തോ പാടുന്നുണ്ടായിരുന്നു. അവളുടെ വാക്കുകൾ പഴയ ഏതോ ശാപം പോലെ ആ നിശബ്ദതയിൽ അലയുന്നുണ്ടായിരുന്നു. രാത്രി ആഴമേറിയതാണ്, നിശബ്ദമാണ്. പക്ഷെ ആരും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. രക്തം മരവിച്ചുപോയി. സംഗീത മുടി ചെയ്യുന്ന ആ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ സാക്ഷിയുടെ മുടി അത്രയും ബലത്തിൽ വലിക്കുന്നുണ്ടായിരുന്നു. സാക്ഷിയുടെ തല പിന്നിലേക്ക് മറിയുന്നുമുണ്ട്. എന്നിട്ടും സാക്ഷി ശാന്തയായിരുന്നു. അവൾ ആഴത്തിലുള്ള ഉറക്കത്തിലാണെന്നോ അതോ ജീവനില്ലാത്തവളാണെന്നോ തോന്നിപ്പിക്കും. ഞാൻ സാക്ഷിയുടെ അടുത്തേക്ക് ചെന്ന് പതുക്കെ വിളിച്ചു, സാക്ഷി, സാക്ഷി മോളെ, ഇങ്ങ് വരൂ. സാക്ഷി പതുക്കെ കഴുത്ത് തിരിച്ചു. അവളുടെ മുഖത്തും ഞാൻ ആ രൂപത്തിൻ്റെ മുഖത്ത് കണ്ടതുപോലെയുള്ള ഒരു ചിരിയുണ്ടായിരുന്നു. ഒരു കുട്ടിയുടേതാകാൻ കഴിയാത്ത ഭയാനകമായൊരു ചിരി. ആ നിമിഷം സാക്ഷി നോക്കിക്കൊണ്ടിരുന്ന ആ മൂലയിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. അവിടെ ആ ഇരുണ്ട മൂലയിൽ ആ സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ പച്ച വളകളുണ്ടായിരുന്നു. അവളുടെ മുടി തോളുകളിൽ കാട്ടിലെ പൊന്തച്ചെടികൾ പോലെ കെട്ടുപിടിച്ച് കിടന്നിരുന്നു. അവളുടെ മുഖം മങ്ങിയതായിരുന്നു. എങ്കിലും അവളുടെ ചുണ്ടുകൾ ഇരുട്ടിലും തിളങ്ങുന്നുണ്ട്. ഏറ്റവും ഭയാനകമായ കാര്യം, അവൾ തറയിലല്ല നിന്നിരുന്നത്, മറിച്ച് വായുവിൽ ഒഴുകി നടക്കുകയാണ്. അവളുടെ ഒരു കൈ സാക്ഷിയുടെ തലയ്ക്ക് നേരെ നീങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ പേടി ഉണർന്നു. മുകളിലെ മുറിയിൽ സംഗീതയുടെ ഭയാനക മുഖം, സാക്ഷിയുടെ കല്ലിച്ച കണ്ണുകൾ, ഇതെല്ലാം കണ്ട് എൻ്റെ തലച്ചോറ് മരവിച്ചുപോയി. പക്ഷെ അതേ നിമിഷം എന്നിലെ അച്ഛൻ ഉണർന്നു. ഞാനിപ്പോൾ ഓടിയില്ലെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാക്ഷിയുടെ അടുത്തേക്ക് ചാടി ആ രൂപത്തിന് നേരെ അലറി. ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് ഒരൊറ്റ നീക്കത്തിന് സാക്ഷിയെ സംഗീതയുടെ മടിയിൽ നിന്നും പിടിച്ചു വാങ്ങി. സാക്ഷിയുടെ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു. അവൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ സാക്ഷിയെടുത്ത് താഴേക്ക് ഓടി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. സാക്ഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഇരുണ്ട ഗോണിയിലൂടെ താഴേക്കോടുമ്പോൾ പിന്നിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആ വസ്തു ഗോണിയിലൂടെ ഇഴഞ്ഞെൻ്റെ പിന്നാലെ വരുന്നത് പോലെ. ഞാൻ എങ്ങനെയൊക്കെ വീടിൻ്റെ പുറത്തെത്തി. മറ്റ് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകൾ ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെയാണ്. ചെളിയിലൂടെയും കല്ലുകളിലൂടെയും ഞാൻ ഭ്രാന്തനെ പോലെ ഓടി. എൻ്റെ പിന്നിൽ കാട്ടിലെ കുറ്റിച്ചെടികളിൽ നിന്നും എന്തോ വലിച്ചഴിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. കാട്ടിലെ ആ നിശബ്ദത ഇപ്പോൾ മരണതുല്യമായി തോന്നി. പക്ഷേ എനിക്ക് എന്തിനെക്കുറിച്ചും ആശങ്കയില്ലായിരുന്നു. എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കണമായിരുന്നു. ഓടി ഓടി എനിക്ക് ശ്വാസം മുട്ടി. കാലുകൾ തളർന്നു. പക്ഷേ സാക്ഷിയുടെ തണുത്തുപോകുന്ന ശരീരം എന്നെ നിൽക്കാൻ അനുവദിച്ചില്ല. ഒടുവിൽ എനിക്ക് മുന്നിൽ ഒരു മങ്ങിയ വെളിച്ചം കണ്ടു. അതൊരു ഇലക്ട്രിക് പോസ്റ്റിലെ മഞ്ഞ ബൾബായിരുന്നു. ഞാൻ വീണ് വേച്ചുകൊണ്ട് ആദ്യത്തെ ക്വാർട്ടേഴ്സിൻ്റെ വാതിലിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രക്ഷിക്കൂ, ആരെങ്കിലും ഉണ്ടോ? ഹേമന്താണ്, വാതിൽ തുറക്ക്, എൻ്റെ മകളെ രക്ഷിക്കേ. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. ആരോ ജനലിലൂടെ നോക്കി. പിന്നെ കുറച്ചുപേർ പുറത്തേക്ക് വന്നു. അവരെൻ്റെ സഹപ്രവർത്തകരായിരുന്നു. എന്നെ ഈ അവസ്ഥയിലും സാക്ഷിയെ ബോധമില്ലാതെയും കണ്ട് അവർ പേടിച്ചുപോയി. ഞാൻ സാക്ഷിയെ അയൽവാസിയായ സ്ത്രീയുടെ മടിയിൽ ഏൽപ്പിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയൽക്കാർ ആദ്യം ഒന്നും അടിച്ചു. പക്ഷെ എൻ്റെ കണ്ണിലെ ഭയം കണ്ട് 3-4 പേർ വടിയും ടോർച്ചുമായി എന്നോടൊപ്പം വരാൻ തയ്യാറായി. ഞങ്ങളെല്ലാവരും തിരികെ വീട്ടിലേക്ക് ഓടി. മുറ്റത്തെത്തിയപ്പോൾ അവിടുത്തെ അവസ്ഥ മാറിയിരുന്നു. ഞാൻ തുറന്നിട്ട് പോന്ന പ്രധാന വാതിൽ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നു.
വീട് മുഴുവനും ഇരുട്ടിലായിരുന്നു. ഞാൻ ജനലിലേക്ക് ടോർച്ചടിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ അവൾ മുകളിലെ മുറിയിലുണ്ട്, വേഗം വരൂ, നമുക്ക് വേഗം പോകണം. ഞങ്ങളെല്ലാവരും കൂടി വാതിൽ തള്ളി തുറന്നു. എല്ലാവരും കൂടി മുകളിലേക്ക് ഓടി. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. ആ മുറിയുടെ അടുത്തെത്തിയപ്പോൾ വീണ്ടും അതേ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വാതിൽ തള്ളി തുറന്നു. അവിടുത്തെ കാഴ്ച കണ്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. ആ ഭയാനക രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പഴയ കസേര മുറിയുടെ ഒരു മൂലയിൽ മറഞ്ഞു കിടക്കുന്നു. സംഗീത അവിടെ തറയിൽ പാതി മരിച്ച അവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടി അഴിഞ്ഞു കിടക്കുന്നു. മുഖത്ത് അതേ വിചിത്ര വിളർച്ച. ഞാൻ ഓടിച്ചെന്ന സംഗീതയുടെ തല എൻ്റെ മടിയിൽ വെച്ച് അവളെ കുലുക്കി വിളിച്ചു, സംഗീത, സംഗീത, കണ്ണു തുറക്ക്, നോക്കൂ, ഞങ്ങൾ വന്നിട്ടുണ്ട്. സംഗീത കണ്ണു തുറന്നില്ല. അവൾ ശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ശരീരത്തിലെ ഊർജം മുഴുവനും ആരോ ഊറ്റിയെടുത്തതുപോലെ അത് അയഞ്ഞു കിടക്കുന്നു. അവൾ ഒരു ജീവിക്കുന്ന ശവം പോലെയായിരുന്നു. ഞങ്ങൾ അവളെ താഴേക്ക് കൊണ്ടുപോയി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ ആഴ്ചകളോളം അവളെ നിരീക്ഷിച്ചു. അവൾക്ക് വലിയ മാനസിക ആഘാതം സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശാരീരികമായി അവൾ ആരോഗ്യവതിയായിരുന്നു. പക്ഷെ അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ ചുവരുകളിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ചിലപ്പോൾ ഉറക്കത്തിൽ അതേ പാട്ട് അവളുടെ തൊണ്ടയിൽ നിന്നും വരുമായിരുന്നു. ആ രാത്രിക്ക് ശേഷം ഞാൻ ഒരിക്കൽ പോലും ആ വീട്ടിൽ കാലുകുത്തിയില്ല. ആ സംഭവത്തിന് ശേഷം ഉടൻ ഞാൻ സ്ഥലമാറ്റം വാങ്ങി കുടുംബത്തെയും കൂട്ടി നാട്ടിലേക്ക് പോന്നു. പക്ഷെ ആ സ്ത്രീ ആരായിരുന്നു എന്ന ചോദ്യം എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. നാട്ടിൽ തിരിച്ചെത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷം പഴയ റിട്ടയർഡ് ക്ലർക്ക് ദേശ്മുഖ് എന്ന് പറഞ്ഞ ചേട്ടനെ ഞാൻ കണ്ടുമുട്ടി. സംസാരത്തിൻ്റെ ഇടയിൽ 30 വർഷം മുമ്പ് അദ്ദേഹം അവിടെ ജോലി ചെയ്തതായി അറിഞ്ഞു. ആ വീടിനെക്കുറിച്ചും ആ സ്ത്രീയെക്കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ നിറം മാറി. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹേമന്ത്, ആ ക്വാർട്ടേഴ്സിന് വളരെ പഴയതും സങ്കടപ്പെടുത്തുന്നതുമായൊരു ചരിത്രമുണ്ട്. 1980കളിൽ അണക്കെട്ടിൻ്റെ ജോലി തുടങ്ങിയ സമയത്ത് ഒരു ഇൻസ്പെക്ടറും ഭാര്യയും ചെറിയ മക്കൾക്കുമൊപ്പം അവിടെ താമസിക്കാൻ വന്നിരുന്നു. അവർ വന്ന അന്ന് രാത്രി വലിയ മഴയായിരുന്നു. മഴയുടെ കഠിനമായ അവസ്ഥയിൽ അടുത്തുള്ള കനാൽ പൊട്ടി പ്രദേശം മുഴുവനും വെള്ളത്തിനടിയിലായി. ആ സ്ത്രീയുടെ ഭർത്താവ് സൈറ്റിൽ കുടുങ്ങിപ്പോയി അവിടെ വെച്ച് തന്നെ മരിച്ചു. ആ ഭാര്യ മക്കൾക്കൊപ്പം മുകളിലെ മുറിയിൽ തടവിലാക്കപ്പെട്ടു. വീടിൻ്റെ ചുറ്റും വെള്ളം കയറിയതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ ആഴ്ചകളോളം ആ മുറിയിൽ തന്നെ മരിക്കാൻ പോകുന്ന മകളെ രക്ഷിക്കാൻ ശ്രമിച്ചു കാണും. പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിശപ്പും ദാഹവും സഹിക്കാനാവാതെ മകൾ അവരുടെ മടിയിൽ കിടന്ന് മരിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ ഭ്രാന്തിയെപ്പോലെ തന്നെ മകളുടെ മുടി ചീകിക്കൊടുക്കുകയും അവളെ ഉറക്കാൻ താരാട്ട് പാടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവരവിടെ വന്നിട്ട് ഒരു ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും അവരവിടെ ഉള്ള കാര്യം അറിയില്ലായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ആരും ആ വീടിൻ്റെ ഭാഗത്തേക്ക് പോയില്ല. അവർ ആഴ്ചകളോളം ആ മുറിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിൽ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടെൻ്റെ ശരീരം വിറച്ചു. അവിടെ നടന്നത് വളരെ മോശം കാര്യമായിരുന്നു. പക്ഷെ അതിന് പരിഹാരം കാണുക എന്നത് ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു. കഥ കേട്ട ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. സംഗീതയോട് ഈ കഥ പറയണമെന്ന് കരുതിയെങ്കിലും ഞാൻ പറഞ്ഞില്ല. കാരണം ഇന്നും സംഗീത പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടില്ല. അവൾ വീട്ടുജോലികൾ ചെയ്യുമെങ്കിലും പെട്ടെന്ന് ജോലിക്കിടയിൽ അവൾ നിന്നുപോകും. എന്നിട്ട് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കും. ഞാൻ ആ വീട് ഉപേക്ഷിച്ചു, ആ സ്ഥലം ഉപേക്ഷിച്ചു. പക്ഷെ ഇന്നും അർദ്ധരാത്രിയിൽ എപ്പോഴെങ്കിലും എൻ്റെ ഉറക്കമുണരുമ്പോൾ ഞാൻ കാണാറുണ്ട് സംഗീത ജനലിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. ഞാൻ അവളോട് ചോദിക്കും, എന്തു പറ്റി, നീ പുറത്തെന്താണ് നോക്കുന്നതെന്ന്. അവൾ മറുപടി ഒന്നും നൽകില്ല. പക്ഷെ ആ വീട്ടിൽ ശ്വാസം മുട്ടിമരിച്ച് സങ്കടപ്പെടുത്തുന്ന കഥ കണ്ണുകളിലൂടെ അവൾ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നും. പക്ഷെ ഞാനതിൽ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. എനിക്കവളെ ഇനി നഷ്ടപ്പെടുത്താൻ വയ്യ. ഇതിൽ നിന്നെല്ലാം ഞാനൊരു കാര്യം പഠിച്ചു. ചില വാതിലുകൾ അടഞ്ഞു തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണ്. ചില ഓർമ്മകൾ നിഴലുകളായി ആ ചുവരുകളിൽ എന്നേക്കുമായി തടവിലാക്കപ്പെടും. അങ്ങനെ ഈ കഥ അവസാനിച്ചിരിക്കുന്നു. നേരെ നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാടിനെക്കുറിച്ച് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് അതൊരു ശാന്തവും മനോഹരവുമായ സ്ഥലമാണെന്നാണ്. അവിടെ മരങ്ങളുടെ മർമ്മരങ്ങളും പക്ഷികളുടെ ശബ്ദവും ശുദ്ധവായുവും മനുഷ്യന് ആശ്വാസം നൽകുന്നു. എന്നാൽ വർഷങ്ങളോളം കാട്ടിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, കാട് വെറും മനോഹരം മാത്രമല്ലെന്ന്, അത് രഹസ്യങ്ങളും അപകടങ്ങളും നിറഞ്ഞതാണെന്ന്. ആ അപകടങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് ഞങ്ങളുടെ ഫോറസ്റ്റ് സർവീസിൽ ഓരോ പുതിയ റേഞ്ചറെയും ആദ്യം പഠിപ്പിക്കുന്നത്. നിയമം വളരെ ലളിതമാണ്, പക്ഷെ അത് കേൾക്കുമ്പോൾ മിക്കവരും അത്ഭുതപ്പെടും. നിങ്ങൾക്ക് കാട്ടിലൊരു ചെറിയ കുട്ടിയെ ഒറ്റപ്പെട്ട നിലയിൽ കാണാതെയായെന്ന് കണ്ടാൽ അവനെ സഹായിക്കാൻ ശ്രമിക്കരുത്, അവനോട് സംസാരിക്കരുത്, അവൻ്റെ അടുത്തേക്ക് പോകരുത്. ഉടൻ തന്നെ ഫോറസ്റ്റ് റേഞ്ചറെ വിവരം അറിയിക്കുക, അവിടെ നിന്നും ദൂരേക്ക് ഓടിപ്പോവുക. ഈ നിയമം കേൾക്കാൻ വളരെ വിചിത്രമായി തോന്നുന്നു. കാരണം സാധാരണയായി വഴിതെറ്റിയൊരു കുട്ടിയെ സഹായിക്കുന്നത് മനുഷ്യത്വമായി കണക്കാക്കപ്പെടുന്നു.
പക്ഷേ ഈ കാട്ടിൽ കാര്യങ്ങൾ എപ്പോഴും കാണുന്നത് പോലെയല്ല. പലപ്പോഴും ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖത്തിന് പിന്നിൽ മറ്റെന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. ഞാൻ കഴിഞ്ഞ 20 വർഷമായി പോഹ നാഷണൽ പാർക്ക് സർവീസിൽ ജോലി ചെയ്യുന്നു. ഈ 20 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. മലകളിൽ കുടുങ്ങിയ ഹൈക്കർമാർ, വഴിതെറ്റിയ ആളുകൾ, പലപ്പോഴും ഗുരുതരമായ അപകടങ്ങളും. കാട്ടിൽ ജോലി ചെയ്യുന്നത് എളുപ്പമല്ല. ഇവിടെ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാം. വഴികൾ പെട്ടെന്ന് അപകടകരമാകാം. ചിലപ്പോൾ മനുഷ്യരുടെ ചെറിയ തെറ്റുകൾ പോലും അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നു. എങ്കിലും എനിക്ക് എപ്പോഴും ഈ ജോലി ഇഷ്ടമായിരുന്നു. തുറന്ന ആകാശത്തിന് താഴെ ജോലി ചെയ്യുന്നതും മരങ്ങൾക്കും മലകൾക്കും ഇടയിൽ കഴിയുന്നതും എനിക്ക് ഏതെങ്കിലും ഓഫീസിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്നതിനേക്കാൾ വളരെ മികച്ചതായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു സംഭവം എൻ്റെ ചിന്താഗതിയെ എപ്പോഴേക്കുമായി മാറ്റിമറിച്ചു. അന്നത്തെ ദിവസത്തിന് ശേഷം എപ്പോഴെങ്കിലും എനിക്ക് കാണാതായ ഒരു കുട്ടിയെക്കുറിച്ചുള്ള വാർത്ത ലഭിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നു പോകാറുണ്ട്. അത് നവംബർ തുടക്കത്തിലെ തണുപ്പുള്ളതും മേഘാവൃതവുമായൊരു ദിവസമായിരുന്നു. ഞാൻ ദിവസം മുഴുവനും ട്രയൽ മെയിൻ്റനൻസ്, അതായത് പാതകളുടെ അറ്റകുറ്റപ്പണി ജോലിയിലായിരുന്നു. കാട്ടുപാതകളിൽ വീണുകിടക്കുന്ന മരച്ചില്ലകൾ നീക്കം ചെയ്യുക, തകർന്ന സൈൻ ബോർഡുകൾ ശരിയാക്കുക, വഴി സുരക്ഷിതമാക്കുക എന്നിവയായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജോലി തീർത്ത് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു സ്ത്രീ ഓടി എൻ്റെ അടുത്തേക്ക് വന്നത്. അവർ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. അവരുടെ മുഖത്ത് ഭയം വ്യക്തമായി കാണാമായിരുന്നു. കരച്ചിൽ കാരണം അവരുടെ കണ്ണുകൾ ചുവന്നിരുന്നു. മണ്ണിൽ പുരണ്ട അവരുടെ വസ്ത്രങ്ങൾ കണ്ടാൽ അവർ കുറേ നേരമായി കാട്ടിൽ അലഞ്ഞു തിരിയുകയാണെന്ന് തോന്നും. അവർ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശ്വാസം അത്രയും വേഗത്തിലായിരുന്നു. അതിനാൽ തുടക്കത്തിൽ അവരുടെ വാക്കുകൾ ശരിയായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവർ മുറിഞ്ഞ വാക്കുകളിൽ പറഞ്ഞു, താൻ കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആൺകുട്ടിയെ കണ്ടുവന്ന്. പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ ഉറക്കെ കരയുന്ന ഒരു ആൺകുട്ടി. അവരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആശങ്ക ഉടലെടുത്തു. കാടിൻ്റെ ഈ ഭാഗം വളരെ വിജനമായിരുന്നു. അവിടെ അടുത്തെങ്ങും വീടുകളോ ജനവാസ കേന്ദ്രങ്ങളോ ഇല്ലായിരുന്നു. ശരിക്കും എന്തെങ്കിലും ചെറിയ കുട്ടി അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ ആ കുട്ടിയെ കണ്ടെത്താനുള്ള തീരുമാനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ തെറ്റായി മാറുമെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ആ സ്ത്രീ അല്പം വെള്ളം കുടിച്ച് സാവധാനം സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവരുടെ ശ്വാസം ഇപ്പോഴും വേഗത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ശരിയായി സംസാരിക്കാൻ കഴിയുന്ന വിധം ശാന്തമായിരിക്കുന്നു. എവിടെയാണ് ആ കുട്ടിയെ കണ്ടതെന്നും ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്നും മുഴുവൻ കാര്യവും പറയാൻ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് കാട്ടിലൂടെ ഹൈക്കിംഗ് ചെയ്യുകയായിരുന്നുവെന്ന് ആ സ്ത്രീ പറഞ്ഞു. കാലാവസ്ഥ തണുപ്പുള്ളതായിരുന്നുവെങ്കിലും കാട്ടിലൊരു വിചിത്ര നിശബ്ദത പടർന്നിരുന്നു. അവർ വളരെ ദൂരേക്ക് ഉൾഭാഗത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവിടെ സാധാരണയായി വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോകാറുള്ളൂ. ആ സമയത്താണ് ഒരു നേരിയ കരച്ചിൽ ശബ്ദം അവർ കേട്ടത്. തുടക്കത്തിൽ വിചാരിച്ചത് ഏതെങ്കിലും പക്ഷിയോ മൃഗമോ ആയിരിക്കുമെന്നാണ്. കാരണം കാട്ടിൽ പലപ്പോഴും മനുഷ്യർ കരയുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും അതേ ശബ്ദം കേട്ടു. ഇത്തവണ വ്യക്തമായും അല്പം കൂടുതൽ ഉച്ചത്തിലും. അവർ നിന്നു. അതൊരു കുട്ടിയുടെ കരച്ചിലാണെന്ന് ഇപ്പോൾ അവർക്ക് പൂർണ്ണ ബോധ്യമായി. ആശങ്കയോടെ അവർ ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു. ഇടതൂർന്ന മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്കും ഇടയിലൂടെ വഴിമുറിച്ച് നടന്നവർ സാവധാനം ആ ശബ്ദം വരുന്നിടത്തെത്തി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവർ കണ്ട കാഴ്ച അവരുടെ ഉള്ളൊന്ന് പിടയിച്ചു. ഒരു ചെറിയ ആൺകുട്ടി നിലത്തിരിക്കുന്നു. 5-6 വയസ്സ് പ്രായം തോന്നും. അവൻ മുട്ടുകൾ ചേർത്ത് പിടിച്ചിരുന്ന് നിർത്താതെ കരയുകയാണ്. അവൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. ബന്ധുക്കളോ ബാഗോ അവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. ആ സ്ത്രീ സാവധാനം അവൻ്റെ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. നിനക്ക് വഴി തെറ്റിയോ മോനെ എന്നവർ പതുക്കെ അവനോട് ചോദിച്ചു. പക്ഷെ ആൺകുട്ടി കരച്ചിൽ തുടർന്നതല്ലാതെ മറുപടി ഒന്നും നൽകിയില്ല. അവൻ തൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ലെന്ന് തോന്നി. അവനെ ആശ്വസിപ്പിക്കാൻ അവർ അവൻ്റെ തോളിൽ പതുക്കെ കൈവച്ചു. കുട്ടി വല്ലാതെ പേടിച്ചിട്ടുണ്ടാകുമെന്നും അതുകൊണ്ടാണൊന്നും മിണ്ടാത്തതെന്നും അവർ കരുതി. ആ സ്ത്രീ പറഞ്ഞു, പേടിക്കണ്ട മോനെ, വാ, നിന്റെ അമ്മയെയും അച്ഛനെയും കണ്ടെത്താം. ഇത് കേട്ടപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ കുട്ടി സാവധാനം എഴുന്നേറ്റു. അവൻ തൻ്റെ കണ്ണോളിലെ കണ്ണീര് തുടച്ചു. ഒന്നും മിണ്ടാതെ ആ സ്ത്രീയോടൊപ്പം നടക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ച് മിനിറ്റുകളെല്ലാം ശരിയായിരുന്നു. ആ സ്ത്രീ പ്രധാന പാതയിലേക്ക് തിരിച്ചെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ഏതെങ്കിലും ഹൈക്കർമാരുടെയോ ഫോറസ്റ്റ് റേഞ്ചർമാരുടെയോ സഹായം ലഭിക്കാൻ. എന്നാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി, കുട്ടി ഇടയ്ക്കിടെ അവരെ മറ്റൊരു ദിശയിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ വീട് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് നടക്കൂ എന്നാ കുട്ടി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അവൻ കാടിൻ്റെ കൂടുതൽ ഉൾഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. ഇത് കേട്ടപ്പോൾ സ്ത്രീ അല്പം അത്ഭുതപ്പെട്ടു. കാരണം അവർക്ക് ഈ പ്രദേശം നന്നായി അറിയാം. ഇവിടെ കിലോമീറ്ററുകളോളം വീടുകളൊന്നുമില്ലായിരുന്നു. ഈ പ്രദേശം മുഴുവനും നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ചുറ്റും കാട് മാത്രം. കുട്ടിക്ക് ദൂരം ശരിയായി മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് അവർ കരുതി.
ആ സ്ത്രീ അവനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. നോക്കൂ മോനെ, ആദ്യം നമുക്ക് പ്രധാന വഴിയിലേക്ക് പോകാം. അവിടുന്ന് സഹായം വിളിക്കാൻ കേട്ടോ. പക്ഷെ കുട്ടി വാശി പിടിക്കാൻ തുടങ്ങി. അവൻ ആ സ്ത്രീയുടെ കൈ പിടിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ അവൻ്റെ കൈ പിടിച്ച് തൻ്റെ ദിശയിലേക്ക് നടത്താൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് സംഭവിച്ച കാര്യം ആ സ്ത്രീയെ ഉള്ളിൽ നിന്നും ഭയപ്പെടുത്തി. ആ ചെറിയ ആൺകുട്ടി വളരെ ശക്തിയോടെ അവരുടെ കൈ പിടിച്ചു കുടഞ്ഞു. അത്രയും ശക്തിയോടെ കുടഞ്ഞപ്പോൾ ആ സ്ത്രീ അവരുടെ തോളിൽ നിന്നും കൈ വേർപെട്ടതുപോലെ തോന്നി. വേദന കൊണ്ട് ആ സ്ത്രീ നിലവിളിച്ചു. ഇത്രയും ചെറിയ പ്രായമുള്ളൊരു കുട്ടി ഇത്രയും കരുത്തെങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. ഭയം കാരണം അവരുടെ ഹൃദയം വേഗത്തിലിടിച്ചു. ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് പെട്ടെന്ന് തോന്നി. ആ നിമിഷം തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിച്ചു. ആ സ്ത്രീയുടെ കഥ കേട്ട ശേഷം ഞാൻ കുറച്ചു നേരം നിശബ്ദനായി നിന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ വാക്കുകൾ പൂർണ്ണമായും സത്യമായും തോന്നിയില്ല. കാട്ടിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ക്ഷീണം, ഭയം, വിശപ്പ് എന്നിവ കാരണം ആളുകളുടെ മനസ്സ് വിചിത്രമായ കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങാറുണ്ട്. പലപ്പോഴും സാധാരണ സംഭവങ്ങൾ പോലും ആളുകൾക്ക് അസാധാരണമായി തോന്നാറുണ്ട്. എങ്കിലും അവരുടെ മുഖത്തെ ഭയം ഒട്ടും കൃത്രിമമായി തോന്നിയില്ല. അവരുടെ വാക്കുകളിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ കാടിനുള്ളിൽ ഒരു കുട്ടി ഒറ്റയ്ക്ക് അലയുന്നുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് റേഞ്ചർ എന്ന നിലയിൽ അവനെ കണ്ടെത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ഞാൻ ആ സ്ത്രീയെ കാടിൻ്റെ പുറത്തുള്ള പാതയിലെത്തിച്ചു. ഇനി അവർക്ക് സുരക്ഷിതമായി പുറത്തേക്ക് പോകാം. അതിനുശേഷം ഞാൻ എൻ്റെ ടോർച്ചും റേഡിയോയും പരിശോധിച്ച് അവർ പറഞ്ഞ ദിശയിലേക്ക് നടന്നു. നവംബറിലെ തണുത്ത കാറ്റ് മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആകാശത്ത് മേഘങ്ങൾ പടർന്നിരിക്കുന്നു. കാട്ടിൽ ഇരുട്ട് വേഗത്തിൽ പടരുമെന്ന് എനിക്കറിയാം. അതിനാൽ എനിക്ക് കൂടുതൽ സമയമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞു. ഞാൻ പലതവണ വിളിച്ചു ചോദിച്ചു. പക്ഷെ ഓരോ തവണയും എൻ്റെ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി മാത്രമാണ് ഞാൻ കേട്ടത്. ഇനി ആ സ്ത്രീക്ക് വെറുതെ തോന്നിയതാകുമോ എന്നുവരെ എനിക്ക് തോന്നിത്തുടങ്ങി. ഈ പ്രദേശത്തൊരു കുട്ടിയെ കാണാതായ റിപ്പോർട്ടൊന്നും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ഞാൻ തിരികെ പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഞാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വിചിത്രമായ ശബ്ദം കേട്ടു. അതൊരു കരച്ചിലായിരുന്നില്ല, മറിച്ചൊരു നേരിയ ചിരിയായിരുന്നു. ഞാൻ ഉടൻ നിന്നു. കാട് പെട്ടെന്ന് കൂടുതൽ നിശബ്ദമായതുപോലെ തോന്നി. കുറച്ചു സമയം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെയും അതേ ശബ്ദം വന്നു. ഇത്തവണ വ്യക്തമായിരുന്നു. അതൊരു ചെറിയ കുട്ടിയുടെ ചിരിയാണ്. ഞാൻ സാവധാനം ആ ദിശയിലേക്ക് നീങ്ങി. കുറച്ച് ചുവടുകൾ മുന്നോട്ട് പോയപ്പോൾ മരങ്ങൾക്കിടയിൽ ഒരു ചെറിയ തുറസായ സ്ഥലം കണ്ടു. അവിടെ നിലത്തൊരു ആൺകുട്ടി ഇരിക്കുന്നു. അവൻ ചെറിയ കല്ലുകളും ഉണങ്ങിയ ചില്ലകളും വെച്ച് കളിക്കുകയാണ്. ഒരു സാധാരണ കുട്ടി ഒറ്റയ്ക്ക് കളിക്കുന്നത് പോലെ തന്നെ. ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. ഏകദേശം 5-6 വയസ്സ് തോന്നിക്കുന്ന മെലിഞ്ഞൊരു കുട്ടി, പൂർണ്ണമായി ഒറ്റയ്ക്ക്. ഞാൻ ജാഗ്രതയോടെ അവൻ്റെ അടുത്ത് ചെന്ന് പതുക്കെ ചോദിച്ചു, മോനെ, നിന്റെ പേരെന്താണ്? ആൺകുട്ടി ഒരു നിമിഷം എന്നെ നോക്കി. അവൻ്റെ മുഖത്തൊരു നേരിയ നാണം കലർന്ന ചിരിയുണ്ടായിരുന്നു. പക്ഷെ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും തൻ്റെ കല്ലുകൾ വെച്ച് കളിക്കാൻ തുടങ്ങി. എൻ്റെ സാന്നിധ്യം അവനെ ബാധിക്കുന്നതേയല്ലായിരുന്നു. ഞാൻ അവൻ്റെ തോളിൽ പതുക്കെ കൈവച്ചു. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് എൻ്റെ കയ്യിൽ പതുക്കെ തട്ടിയിട്ട് ഉറക്കി വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ നിന്നെ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞവൻ മിന്നൽ വേഗത്തിൽ അവിടെ നിന്നും ഓടി. ഞാൻ ദീർഘനിശ്വാസം വിട്ട് അവൻ്റെ പിന്നാലെ ഓടി. എനിക്ക് 40 വയസ്സിന് മുകളിലായിരുന്നു പ്രായം. പകൽ മുഴുവനും ജോലി ചെയ്തതിനാൽ ഞാൻ നേരത്തെ തന്നെ തളർന്നിരുന്നു. പക്ഷെ എനിക്ക് അവനെ കാട്ടിൽ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ലായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ അവൻ ഓടുന്നത് കണ്ടാൽ ഈ കാടിൻ്റെ ഓരോ വഴിയും അവന് നന്നായി അറിയാമെന്ന് തോന്നും. അവൻ ഇടയ്ക്ക് വലത്തോട്ട് തിരിയും, ഇടയ്ക്ക് ഇടത്തോട്ട്. പിന്നെ പെട്ടെന്ന് ഏതെങ്കിലും കുറ്റിച്ചെടിയുടെ പിന്നിൽ നിന്നും വരും. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഞാൻ ഏതാണ്ട് കിതയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഒടുവിൽ ഞാൻ അവൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് ഒരു വലിയ കല്ലിൻ്റെ അടുത്തെത്തി. ഒന്നും നിൽക്കാതെ അതിൻ്റെ പിന്നിലുള്ള ഒരു ഇരുണ്ട ദ്വാരത്തിലേക്ക് ഓടിക്കേറി. ഞാൻ അവിടെ നിന്നു. അത് വെറുമൊരു ദ്വാരമായിരുന്നില്ല, അതൊരു ഗുഹയുടെ പ്രവേശന കവാടമായിരുന്നു. ഞാൻ മനസ്സിൽ ശപിച്ചു. സൂര്യനിപ്പോൾ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു. കാട്ടിൽ ഇരുട്ട് പടരാൻ തുടങ്ങിയിരിക്കുന്നു. ഗുഹയ്ക്കുള്ളിൽ പോകുന്നത് എപ്പോഴും അപകടം തന്നെയാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ. പക്ഷെ ആ കുട്ടി ശരിക്കും ഉള്ളിൽ പോയ സ്ഥിതിക്ക് അവനെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ ടോർച്ച് തെളിയിച്ചു. ദീർഘശ്വാസമെടുത്ത ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. ആ ഗുഹയ്ക്കുള്ളിൽ ഞാൻ എന്താണ് നേരിടാൻ പോകുന്നതെന്ന് എനിക്കൊരു ധാരണയുമില്ലായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ എനിക്ക് തണുപ്പും ഈർപ്പവുമുള്ള വായു അനുഭവപ്പെട്ടു. പുറത്തെ വെളിച്ചം കുറച്ച് ചുവടുകൾക്ക് ശേഷം അപ്രത്യക്ഷമായി. 4 പാടും ഇരുട്ട് പടർന്നു. എൻ്റെ ടോർച്ചിൻ്റെ നേരിയ വെളിച്ചം മാത്രമായിരുന്നു ഈ സ്ഥലത്ത് കാണാനുള്ള ഏക ആശ്രയം. ഗുഹയ്ക്കുള്ളിലെ ചുവരുകൾ നനഞ്ഞതായിരുന്നു. എവിടെയോ വെള്ളം തുള്ളികളായി ഇറ്റുന്നുണ്ടായിരുന്നു. ഓരോ ചുവടിനൊപ്പവും എൻ്റെ ചെരുപ്പിൽ ശബ്ദം പ്രതിധ്വനിയായി തിരിച്ചെത്തി. അത് ആ സ്ഥലത്തെ കൂടുതൽ ഭയാനകമാക്കി. ഞാൻ ആ കുട്ടിയെ വിളിച്ചു, മോനെ വാ, ഇത് കളിസ്ഥലമല്ല, പുറത്തേക്ക് വാ. പക്ഷെ എൻ്റെ ശബ്ദത്തിന് മറുപടിയായി ഗുഹയിലെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന ശബ്ദം മാത്രമാണ് ലഭിച്ചത്. ഈ സ്ഥലം മുഴുവനും വിജനമാണെന്ന് തോന്നി. പക്ഷെ ആ കുട്ടി ഇങ്ങോട്ട് തന്നെയാണ് ഓടിയതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
കുറച്ചു ദൂരം നടന്നപ്പോൾ ഗുഹ പല തുരങ്കങ്ങളായി തിരിയുന്നതായി എനിക്ക് തോന്നി. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്ന ഇടുങ്ങിയ തുരങ്കങ്ങളെ കാണിച്ചു തന്നു. ഏതു വഴിയാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒടുവിൽ ഞാൻ ഇടതുവശത്തെ തുരങ്കം തിരഞ്ഞെടുത്ത് സാവധാനം അതിലൂടെ മുന്നോട്ട് നീങ്ങി. ഓരോ ചുവടിനൊപ്പവും എൻ്റെ ഉള്ളിൽ ഒരു വിചിത്ര അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ ഗുഹകളിൽ വരുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമായിരുന്നില്ല. കുറച്ചു നേരം നടന്നപ്പോൾ ഞാൻ വിശാലമായൊരു ഭാഗത്തെത്തി. ഗുഹയുടെ ആ ഭാഗം മറ്റു തുരങ്കങ്ങളെക്കാൾ വീതിയുള്ളതും ഉയരമുള്ളതുമാണെന്ന് തോന്നി. ടോർച്ച് വെളിച്ചം ചുറ്റുമടിച്ചപ്പോൾ ഒരു വെളുത്ത വസ്തുവിൽ തട്ടി അത് തിളങ്ങി. ഞാനുടനെ ടോർച്ച് അങ്ങോട്ട് തിരിച്ചു. വെളിച്ചം ആ വസ്തുവിൽ ശരിയായി പതിച്ചപ്പോൾ ഞാൻ അത് കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അതൊരു കല്ലോ വവ്വാലോ ആയിരുന്നില്ല. ഗുഹയുടെ മേൽക്കൂരയിൽ ഒരു ഭീമാകാരമായ ജീവി തൂങ്ങിക്കിടക്കുന്നു. അതിൻ്റെ ശരീരം കുറഞ്ഞത് 6 അടി നീളമുള്ളതായിരുന്നു. ചിറകുകൾ അതിനും വലുതായിരുന്നു. ആദ്യ കാഴ്ചയിൽ അതൊരു വലിയ നിശാശലഭം പോലെ തോന്നി. പക്ഷെ കൈകളും കാലുകളും മനുഷ്യരെ പോലെയായിരുന്നു. അത് ബോധരഹിതനാണെന്ന് തോന്നി. ശരീരം മുഴുവനും വെളുത്ത നിറത്തിലായിരുന്നു, ഒരു വെളുത്ത പല്ലിയെപ്പോലെ. ആരോ അതിൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഊറ്റിയെടുത്തതുപോലെ. ചർമ്മം വിചിത്രമായി മിനുസമുള്ളതും വിളറിയതുമായിരുന്നു. അതിൻ്റെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇതൊരു സാധാരണ ജീവിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ശരീരത്തിൽ ഭയത്തിൻ്റെ തരംഗമോടി. ഞാൻ ഉടനെ ടോർച്ച് താഴേക്ക് താഴ്ത്തി സാവധാനം പിന്നോട്ട് നീങ്ങി. എൻ്റെ ഹൃദയം അത്രയും വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ തൂങ്ങിക്കിടന്ന ആ ജീവി ഇളകാൻ തുടങ്ങി. വായുവിൽ ഒരു ചിറകടിക്കുന്ന ശബ്ദം മുഴങ്ങി. അത് മേൽക്കൂരയിൽ നിന്നും വേർപെട്ട് എൻ്റെ നേരെ പറന്നു വന്നു. ഞാനൊരു സെക്കൻഡ് പോലും പാഴാക്കാതെ തിരിഞ്ഞ് സർവ്വശക്തിയും ഉപയോഗിച്ച് ഓടി. എൻ്റെ പിന്നിൽ നിന്നും ഭയാനകമായ ഒരു വിചിത്ര ശബ്ദം കേൾക്കാമായിരുന്നു. ഭയം കാരണം എൻ്റെ മസ്തിഷ്കം മരവിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് എനിക്ക് നിലത്തൊരു വലിയ കല്ല് കണ്ടു. അതെടുത്ത് ഞാൻ പിന്നിലേക്ക് നോക്കാതെ സർവ്വശക്തിയും എടുത്തെറിഞ്ഞു. അടുത്ത നിമിഷം എന്തോ വീണ ശബ്ദം കേട്ടു. ചിറകടിയുടെ ശബ്ദം പെട്ടെന്ന് നിന്നു. ഞാനൊരു നിമിഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കി. ടോർച്ചിൻ്റെ വെളിച്ചം ആ ജീവിയുടെ മുഖത്ത് പതിച്ചു. ഞാൻ കണ്ടത് എൻ്റെ ജീവിതകാലം മുഴുവനും ഒരിക്കലും മനസ്സിൽ നിന്നും മായുന്നൊരു കാര്യമായിരുന്നില്ല. അതിൻ്റെ കണ്ണുകൾ കൃഷ്ണമണിയോ വെളുപ്പോ ഇല്ലായിരുന്നു. വെറും തിളങ്ങുന്ന 2 ചുവന്ന ഗോളങ്ങൾ. ഞാൻ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചു ദൂരം നിൽക്കാതെ ഓടി. ശ്വാസം വേഗത്തിലായിരുന്നു. ഹൃദയം ഇടിച്ചുകൊണ്ടേയിരുന്നു. ആ ഭീകരജീവി എന്നെ പിന്തുടരുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാനൊരു മരത്തിന് ചാരി നിന്ന് ദീർഘശ്വാസമെടുത്തു. എൻ്റെ മനസ്സിൽ അപ്പോഴും ആ ചുവന്ന കണ്ണുകൾ കറങ്ങുന്നുണ്ട്. കാട്ടിലെ എല്ലാത്തരം മൃഗങ്ങളെയും ഞാൻ കണ്ടിരുന്നു. കരടി, ചെന്നായ, കാട്ടുപൂച്ച. പക്ഷേ ഗുഹയിൽ ഇപ്പോൾ കണ്ടത് ഇതിലൊന്നും പെട്ടൊന്നല്ല. അപ്പോഴാണ് എൻ്റെ നോട്ടം മുന്നിലൊരു മരത്തിൽ പതിഞ്ഞത്. ആ മരത്തിൻ്റെ ഒരു കൊമ്പിൽ ആ ചെറിയ കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം അവനെ നോക്കി നിന്നു. അവനവിടെ ശാന്തനായി ഇരിക്കുകയാണ്. മോനെ, ഞാൻ അവനെ വിളിച്ചു. ആ കുട്ടി എന്നെ നോക്കി. ആ വിചിത്രമായ ചിരി അവനിലുണ്ടായിരുന്നു. ഞാൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു, മോനെ, നിനക്കറിയില്ല നീ എങ്ങോട്ടോ ഓടിയതെന്ന്. ഉടനെ ഇരുട്ടാകും. നിന്റെ അച്ഛനും അമ്മയും തിരയുന്നുണ്ടാകും. താഴെ ഇറങ്ങും. എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കുട്ടി ഇത്തവണ തലയാട്ടി. അവൻ സാവധാനം മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. ഞാൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. എനിക്കവനെ കാട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കരുതി. നടക്കുമ്പോൾ ഞാൻ പേര് ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ മറുപടി നൽകിയില്ല. അച്ഛനമ്മമാർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടി. എൻ്റെ വീട് അങ്ങോട്ടാണെന്ന് പറഞ്ഞു. ആ ദിശയിൽ കിലോമീറ്ററുകളോളം കാട് മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. തുടക്കത്തിൽ കുട്ടി എൻ്റെ പിന്നാലെ നടന്നു. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം വെള്ളം കുറഞ്ഞൊരു തോടിൻ്റെ അടുത്ത് പോയി കുട്ടി വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് കാണിച്ച് ഞാൻ അവനെ വിളിച്ചു. പക്ഷെ അവൻ അതിൽ താല്പര്യം കാണിച്ചില്ല. പെട്ടെന്ന് അവൻ എന്നെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞ് അവൻ ഓടി. ഇത്തവണ അവൻ ആ തോടിലെ കല്ലുകളിൽ കൂടി അപ്പുറത്തേക്ക് കടന്നു. ഞാനവനെ പിന്തുടർന്നു. പക്ഷേ ഞാനൊരു കല്ലിൽ ചവിട്ടിയപ്പോൾ അതിൽ കാല് വഴുതി ഞാൻ ആ തോടിലേക്ക് വീണു. ഒരു കൂർത്ത കല്ല് തട്ടി എൻ്റെ കാലിൽ ആഴത്തിൽ മുറിവേറ്റു. രക്തമൊഴുകാൻ തുടങ്ങി. ആ കുട്ടി അപ്പുറത്ത് നിന്നും എന്നെ നോക്കി നിന്നിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. ഞാൻ വേദന കൊണ്ട് 20 ചുവടുകൾ മാത്രം നടന്ന് പുല്ലിൽ വീണു. പിന്നീട് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒരു മുറിയിലായിരുന്നു. ആ മുറി ഒരു ചെറിയ വീടിൻ്റെ ഭാഗമായിരുന്നു. ഒരു സ്ത്രീ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഏകദേശം 30-35 വയസ്സ് പ്രായം. കെവൻ എന്നായിരുന്നു അവളുടെ പേര്. അവളാണ് എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. അവൾ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നവളായിരുന്നു. അവൾ എനിക്ക് ചായ നൽകി. അത് കുടിച്ചതും എൻ്റെ ബോധം വീണ്ടും മറഞ്ഞു. പിന്നീട് ഞാൻ ഉണർന്നപ്പോൾ ഒരു തുരങ്കത്തിലായിരുന്നു. അവിടെ ആ ആൺകുട്ടി വീണ്ടും വന്നു. അവൻ എന്നെ ഒരു തുരങ്കത്തിലൂടെ കൊണ്ടുപോയി. മുകളിൽ ഒരു ഭീമാകാരമായ 10 കാലുകളുള്ള ജീവി ഇഴയുന്നത് ഞങ്ങൾ കണ്ടു. കുട്ടി എന്നെ തടഞ്ഞു നിർത്തി. പിന്നീട് തുരങ്കത്തിന് പുറത്തേക്ക് കടക്കാൻ ഒരു വഴി കണ്ടു. അവിടെ വെച്ച് ഞാൻ എൻ്റെ സഹോദരി സ്കൈയുടെ ശബ്ദം കേട്ടു.
അവൾ 3 വർഷം മുമ്പ് കാണാതായതായിരുന്നു. ഞാൻ ആ ശബ്ദത്തിന് പിന്നാലെ പോകാൻ ശ്രമിച്ചപ്പോൾ കുട്ടി എന്നെ തടഞ്ഞു. അത് നിന്റെ സഹോദരിയല്ല, അവൾ നിന്നെ വിളിക്കുന്നത് കൊല്ലാനാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടില്ല. ഞാൻ ആ ശബ്ദത്തിന് നേരെ ഓടി. അവിടെ കണ്ടത് ചീഞ്ഞഴുകിയൊരു കലമാന പോലെയുള്ള 8 അടി പൊക്കമുള്ള ഭീകര ജീവിയാണ്. അതിൻ്റെ സഹോദരിയുടെ ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. ഞാൻ ആ കുട്ടിയെ മൂടി രക്ഷപ്പെട്ടു. ഞാൻ മുകളിൽ കയറിയപ്പോൾ ആ കുട്ടി ആ തുരങ്കത്തിൻ്റെ പ്രവേശന കവാടം ഒരു കല്ല് വെച്ചടച്ചു. അതായത് അവൻ അകത്തു നിന്നും അടച്ചു. അവൻ ഉള്ളിൽ അകപ്പെട്ടുപോയി. പിന്നീട് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിട്ടും റേഞ്ചർമാരാരും എൻ്റെ ഈ കഥ വിശ്വസിച്ചില്ല. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് സ്കിൻ വാക്കറുകളായിരിക്കുമെന്ന്. അവർ നമ്മുടെ ഓർമ്മയുള്ളവരുടെ രൂപമെടുക്കും. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ആ കുട്ടി 9 വയസ്സുള്ള ഞാൻ തന്നെയായിരുന്നു. എന്നെ ശുശ്രൂഷിച്ച ആ സ്ത്രീ 7 വർഷം മുമ്പ് മരിച്ച എൻ്റെ അമ്മയായിരുന്നു. ആ ജീവി എൻ്റെ സഹോദരിയുടെ ശബ്ദത്തിലായിരുന്നു വന്നത്. അവർ സ്കിൻ വാക്കറുകളായിരുന്നുവെങ്കിലും അവരെന്നെ സഹായിച്ചു. എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാതെ അവർ സഹായിച്ചതെന്ന് ഇന്നും എനിക്കൊരു ചോദ്യമാണ്. സ്കിൻ വാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വടക്കേ അമേരിക്കയിലെ നവാഹോ വിഭാഗക്കാരുടെ നാടോടി കഥകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും വരുന്നൊരു സങ്കല്പമാണ്. മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ രൂപം മാറാൻ കഴിയുന്ന മന്ത്രവാദികളോ ദുഷ്ടശക്തികളോ ആയാണ് ഇവരെ കണക്കാക്കുന്നത്. ഇവർക്ക് നമ്മളെ സ്നേഹിക്കുന്നവരുടെയോ പരിചയമുള്ളവരുടെയോ ശബ്ദം കൃത്യമായി അനുകരിക്കാൻ കഴിയും. കാട്ടിൽ ഒറ്റപ്പെട്ടവരെ വഴിതെറ്റിക്കാനും കെണിയിൽ വീഴ്ത്താനും ഇവർ ഈ വിദ്യ ഉപയോഗിക്കുന്നു. മനുഷ്യരുടെ ഭയത്തെയാണ് ഇവർ ആയുധമാക്കുന്നത്. ഈ കഥയിൽ കണ്ടതുപോലെ അപകടകാരിയായ ജീവി സഹോദരിയുടെ ശബ്ദം അനുകരിക്കുന്നത് ഇരയെ ആകർഷിക്കാനാണ്. അങ്ങനെ ഈ കഥയും അവസാനിച്ചിരിക്കുന്നു. വീണ്ടും അടുത്ത കഥയിലേക്ക്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം എനിക്ക് ഇന്ന് വരെ ആരോടും തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഞാനിത് നാവിലെടുക്കുമ്പോൾ മുന്നിൽ ഇരിക്കുന്നവരുടെ കണ്ണുകളിൽ ഞാൻ കള്ളം പറയുകയാണെന്നോ ഇതെല്ലാം എൻ്റെ ഭാവനയാണെന്നോ ഉള്ള സംശയം കാണുന്നത് കൊണ്ടാകാം. എന്നാൽ അന്ന് രാത്രി ഞാൻ കണ്ടതും കേട്ടതും വെറുമൊരു തോന്നലല്ല എന്ന് എനിക്കറിയാം. അതൊക്കെ സത്യമായിരുന്നു. ഇന്നും തണുത്ത കാറ്റിൻ്റെ ചർമ്മത്തിൽ തൊടുമ്പോൾ ആ രാത്രിയിലെ സംഭവങ്ങൾ ഓർത്ത് എൻ്റെ കൈകൾ തനിയെ വിറയ്ക്കും. ഞാനൊരു സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്തിരുന്നു. മരണം വന്നു നിൽക്കുന്ന ഒരിടമാണ് മോർച്ചറി. എന്നാൽ അതിനോടൊപ്പം വരുന്ന കഥകൾ ഒരിക്കലും അവസാനിക്കില്ല. അവിടെ വെറും ശവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ സത്യം എന്തെന്നാൽ അവിടെ പൂർണ്ണമായ ശ്വാസങ്ങളും അടിച്ചമർത്തപ്പെട്ട അവസാന വാക്കുകളും പറയാത്ത വേദനകളും ഒന്നുകൂടി കിടപ്പുണ്ട്. രാത്രി ഷിഫ്റ്റിൽ ആരും ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇരുട്ട്, നിശബ്ദത, ചുറ്റും വ്യാപിച്ച മരണത്തിൻ്റെ ഗന്ധം ഇവയെല്ലാം ആളുകളെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ എനിക്ക് പണത്തിന് കടുത്ത ആവശ്യമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിച്ചിരിക്കുന്നവരേക്കാൾ മരിച്ചവരെയായിരുന്നു എളുപ്പമായി തോന്നിയത്. മരിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കില്ല, പരാതി പറയില്ല, വഞ്ചിക്കുകയുമില്ല. മോർച്ചറി സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ചതായിരുന്നു. ഉയർന്ന മേൽക്കൂരകൾ, മഞ്ഞ നിറമായ ചുവരുകൾ, പലയിടത്തും അടർന്നു വീണ പ്ലാസ്റ്റർ, പിന്നെ എപ്പോഴും നിലനിൽക്കുന്നൊരു പ്രത്യേക തണുപ്പ്. പുറത്ത് ജൂൺ മാസത്തിലെ കഠിനമായ ചൂടോ മഴയോ ആകട്ടെ, ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കാലുകുത്തുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ നിന്നും ആരോ ചൂട് വലിച്ചെടുത്തതുപോലെ തോന്നും. വായുവിന് ഭാരം അനുഭവപ്പെടും. അതിലെന്തോ കലർന്നിട്ടുള്ളതുപോലെ. ആദ്യത്തെ കുറച്ചാഴ്ചകൾ സാധാരണമായിരുന്നു. ശവങ്ങൾ വരുന്നു, ഞാൻ രജിസ്റ്ററിൽ എൻട്രി ചെയ്യുന്നു. ശേഷം ആ മൃതദേഹങ്ങൾ ഫ്രീസർ ഡ്രോയറുകളുടെ തട്ടുകളിൽ വയ്ക്കുന്നു. പിന്നീട് എൻ്റെ കസാരയിലിരുന്ന് ഘടികാര സൂചികൾ നീങ്ങുന്നത് നോക്കിയിരിക്കും. അവിടെ സമയം നിശ്ചലമായതുപോലെ തോന്നും. ഘടികാരത്തിൻ്റെ ആ ടിക് ടിക് ശബ്ദവും ഇടയ്ക്ക് ട്യൂബ് ലൈറ്റിൻ്റെ മൂളലും മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് 3ാമത്തെ ഡ്രോയർ വന്നു. മോർച്ചറിയിലാകെ 6 ഫ്രീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം തിളങ്ങുന്ന ലോഹം കൊണ്ട് നിർമ്മിച്ചവ, കട്ടിയുള്ള ഹാൻഡിലുകളും നമ്പറുകളും ഉള്ളവ. എന്നാൽ 3ാമത്തെ ഡ്രോയർ കുറച്ച് വ്യത്യസ്തമായിരുന്നു. ആദ്യം എനിക്കത് മനസ്സിലായില്ല. എന്നാൽ ഓരോ തവണയും ആ ഡ്രോയറിൻ്റെ ഹാൻഡിലിൽ തൊടുമ്പോൾ എനിക്ക് ചെറിയൊരു ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നും. 3ാമത്തെ ഡ്രോയറിൻ്റെ ഹാൻഡിൽ എപ്പോഴും മറ്റുള്ളവയേക്കാൾ തണുപ്പുള്ളതായിരുന്നു. ഗ്ലൗസ് ഇല്ലാതെ അത് പിടിക്കാൻ ബുദ്ധിമുട്ടാകുന്നത്ര തണുപ്പ്. മെഷീൻ ശരിക്കുമല്ല പ്രവർത്തിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ളവ സാധാരണ താപനിലയായിരുന്നു. ആദ്യത്തെ ദിവസം ഞാനത് അവഗണിച്ചു. 2ാമത്തെ ദിവസവും അവഗണിച്ചു. പഴയ മെഷീൻ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വെറുതെ ചിന്തിക്കുന്നതാകാമെന്ന് ഞാൻ കരുതി. എന്നാൽ 3ാമത്തെ രാത്രി ഞാൻ ആ 3ാമത്തെ ഡ്രോയർ തുറന്നപ്പോൾ ഉള്ളിൽ നിന്നും ആരും അതിനെ ചെറുതായി തള്ളിയതുപോലെ എനിക്ക് തോന്നി. ആ അനുഭവം ഒരു നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ നിമിഷം എൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. പഴയ മെഷീനുകളാണ്, എപ്പോഴും എവിടെയെങ്കിലും സ്റ്റക്കാകാറുണ്ട്. ഞാൻ വലിച്ചപ്പോൾ അതുകൊണ്ട് അവിടെ പാടുവന്നതാകാം. അന്ന് രാത്രി ഒരു അജ്ഞാത മൃതദേഹം കൊണ്ടുവന്നു.
35-40 വയസ്സ് പ്രായമുള്ള ഒരാൾ. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. അയാൾക്ക് കുടുംബമോ പരിചയക്കാരോ ഉണ്ടായിരുന്നില്ല. വെറും ഒരു ഫയലും ഒരു ശരീരവും മാത്രം. ആ മനുഷ്യൻ്റെ മുഖം എനിക്ക് വിചിത്രമായി തോന്നി. നെറ്റി ചുളിഞ്ഞിരുന്നു. ചുണ്ടുകൾ പകുതി തുറന്ന നിലയിലായിരുന്നു. മരിക്കുന്ന സമയത്ത് അയാൾ എന്തോ പറയാൻ ആഗ്രഹിച്ചതുപോലെ, പക്ഷേ കഴിഞ്ഞില്ല. അയാളെ 3ാമത്തെ ഡ്രോയറിൽ തന്നെ വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആ മൃതദേഹം ഉള്ളിലേക്ക് തള്ളി ആ ഡ്രോയർ അടച്ചു. എന്നാൽ ഞാൻ തിരിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. വളരെ നേർത്തൊരു ശബ്ദം. ഞാൻ ശ്വാസമടക്കി നിന്നു. മോർച്ചറിയിൽ ശബ്ദങ്ങൾ ഉണ്ടാകാറില്ല. അവിടെ അത്രയും ശാന്തതയാണ്. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ശബ്ദം പോലും ഉറക്കെ കേൾക്കാം. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഠക് എന്നൊരു ശബ്ദം വരാൻ തുടങ്ങി. ഇപ്പോൾ സംശയമില്ലായിരുന്നു. ആ ശബ്ദം 3ാമത്തെ ഡ്രോയറിൽ നിന്നാണ് വരുന്നത്. ഉള്ളിലിരുന്ന ആരോ വാതിലിൽ മുട്ടുന്നത് പോലെ. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഹൃദയം നെഞ്ചു പിളർന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നത് പോലെ തോന്നി. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. താപനില മാറുന്നതുകൊണ്ട് ലോഹം വികസിക്കുന്നതോ ചുരുങ്ങുന്നതോ ആകാം. പക്ഷെ അപ്പോഴാണ് എനിക്കൊരു മന്ത്രിക്കൽ കേൾക്കാൻ കഴിഞ്ഞത്. വളരെ നേർത്തതും മുറിഞ്ഞതുമായ ശബ്ദം. ആരോ തൊണ്ട ഉണങ്ങിയ അവസ്ഥയിൽ പറയുന്ന പോലെ, തുറക്കൂ. ഉള്ളിൽ നിന്നും ആരോ വാതിൽ തുറക്കാൻ പറയുന്ന പോലെ. എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. മുറിയിൽ ഐസ് പോലെയുള്ള തണുപ്പായിരുന്നിട്ടും എൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പൊഴുകി. ഭയവും യുക്തിയും തമ്മിൽ പോരാട്ടം നടന്നു. ഒടുവിൽ ഞാൻ ധൈര്യം സംഭരിച്ച് ആ 3ാമത്തെ ഡ്രോയർ തുറന്നു. അതിനുള്ളിലെ മൃതദേഹം പഴയതുപോലെ തന്നെ കിടക്കുന്നു. കണ്ണുകൾ അടഞ്ഞതാണ്. ശാന്തം, നിശ്ചലം. ഞാൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. എന്നെ തന്നെ ഞാൻ കളിയാക്കി ചിരിച്ചു. വാതിലടച്ച് ഞാൻ തിരിഞ്ഞു നടന്നതും കൃത്യം എൻ്റെ പിന്നിൽ നിന്നും ഒരു ശബ്ദം വന്നു. എനിക്ക് തണുക്കുന്നു. ഇത് കേട്ടതും എൻ്റെ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. 3ാമത്തെ ഡ്രോയർ തുറന്നു കിടക്കുന്നു. അതിൽ കിടന്നിരുന്ന മൃതദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അയാൾ നേരെ എന്നെ നോക്കുകയാണ്. ഞാൻ അവിടെ തറഞ്ഞുപോയി. കാലുകൾ തളർന്നു. ആ മനുഷ്യൻ്റെ ചുണ്ടുകൾ അനങ്ങി. അയാൾ പറഞ്ഞു, ഇവിടെ ഇരുട്ടാണ്. ഇതെല്ലാം കണ്ടതും കേട്ടതും കൊണ്ടും എനിക്ക് കരയാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ പ്രാണനം കൊണ്ട് ആ മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. ആ ജോലി പിന്നെ ശ്രദ്ധിക്കാൻ നിന്നില്ല. അതിനടുത്ത ദിവസവും ഞാൻ അവധിയെടുത്തു. എന്നാൽ 4ാമത്തെ ദിവസം ജീവിതം എന്നെ വീണ്ടും അങ്ങോട്ട് വലിച്ചു. ബില്ലുകൾ, വാടക, ഗതികേട്. എനിക്ക് ജോലിക്ക് തിരികെ പോയേ മതിയാകൂ. അതെൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കുമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. ഒരുപക്ഷെ ഞാൻ മയങ്ങിപ്പോയപ്പോൾ കണ്ട സ്വപ്നമായിരിക്കും. 4ാമത്തെ രാത്രി ഞാൻ വീണ്ടും ആ മോർച്ചറിയിൽ പോയി. ഞാൻ എല്ലാ ഡ്രോയറുകളും നന്നായി പരിശോധിച്ചു. എല്ലാ ശവങ്ങളും മാറിയിരുന്നു. പക്ഷേ 3ാമത്തെ ഡ്രോയറിലെ ആ ശവം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഞാൻ ആ ഡ്രോയർ ഉള്ളിലേക്ക് തള്ളി വീണ്ടും പൂട്ടി. കസാരയിലിരുന്ന് ഞാൻ ആ ഡ്രോയറിലേക്ക് തന്നെ നോക്കി നിന്നു. ഇപ്പോൾ വീണ്ടും ആ ശബ്ദം വരുമെന്നും അയാൾ എന്നെ വിളിക്കുമെന്നും ഞാൻ കരുതി. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നാൽ സംഭവിച്ചത് അതിലും ഭയാനകമായിരുന്നു. ആ ഡ്രോയർ സാവധാനം തനിയെ പുറത്തേക്ക് വരാൻ തുടങ്ങി. എനിക്ക് കസാരയിൽ നിന്നും എഴുന്നേൽക്കാൻ തോന്നി. പക്ഷെ ശരീരം കസാരയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ഉറക്കെ നിലവിളിക്കാൻ നോക്കി. പക്ഷേ തൊണ്ടയിൽ നിന്നും ശബ്ദം വന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നും ആരോ വരുന്ന ശബ്ദം കേട്ടു. ഒരു വാർഡ് ബോയ് ഉള്ളിലേക്ക് വന്നു. അയാൾ ആ ഡ്രോയർ കണ്ടു ചോദിച്ചു, അയ്യോ സാർ, ഈ ഡ്രോയർ തുറന്നു കിടക്കുകയാണല്ലോ, നിങ്ങൾ അടച്ചില്ലേ? ആ വാർഡ് ബോയിയെ കണ്ടപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ഞാൻ കസാരയിൽ നിന്നും എഴുന്നേറ്റ് ഡ്രോയറിൻ്റെ അടുത്ത് ചെന്ന് നോക്കി. അതിൽ ആ ശവം ഉണ്ടായിരുന്നില്ല. ഞാനും ആ വാർഡ് ബോയും തറയിൽ ചില അടയാളങ്ങൾ കണ്ടു. എന്തോ ഒന്ന് തറയിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയതുപോലെയുള്ള അടയാളങ്ങൾ. ഞാൻ ഉടനെ ആ മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നില്ല. ഭയം കാരണം ഒരു നല്ല ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇന്ന് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇന്നും മോർച്ചറിയിൽ പോകാൻ ഞാൻ ഭയപ്പെടുന്നു. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആ പേടിപ്പെടുത്തുന്ന കഥ. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് കഥ. ഈ പറഞ്ഞ കഥകളെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ശരിയാണെന്ന് പറഞ്ഞ ആളുകൾ എഴുതുന്നതാണ്. ഇതിൽ അവരുടെ ഭാവനകൾ കലർത്തി എഴുതുന്നതുമാകാം. ഇത് നിങ്ങളൊരു എൻ്റർടൈൻമെൻ്റായിട്ട് കണ്ടാൽ മതി. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല മക്കളെ. എന്തായാലും വീണ്ടും ഇതുപോലെയുള്ള കഥകളുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.